SFI നേതൃത്വത്തിൽ ഇതിൻ്റെ എന്താണ് ഇത് പലതരത്തിലുള്ള സെയിലാണ് അവിടെ നടക്കുന്നത്. വലിയ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് സെയിൽ നടക്കുകയാണ്. അതിന് SFI നേതാക്കളെ പിടിച്ചതിന് പറയില്ലേ, SFI നേതാക്കൾ പിടിയിലായി കഴിഞ്ഞാൽ പറയില്ലേ ഇത് ഒന്നാമത്തെ സംഭവമാണ്. അവർ കുറ്റവാളികളാണ്, തെറ്റ് ചെയ്തവരാണ് എന്ന് SFI സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഇവർക്ക് മന്ത്രിമാർക്ക് എന്താ എത്ര വിഷമം? കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമാക്കുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി SFI ആണ്. കേരളത്തിലെ കലാലയങ്ങളിൽ, ഹോസ്റ്റലുകളിലും വ്യാപകമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ SFI പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഇതിന് പൂർണ്ണ പ്രോത്സാഹനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നൽകുന്നത്. ഇവിടെ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ദയവ് ചെയ്ത് ഇതിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾ കലർത്തരുത്. ഇതിൽ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ. ഇതിൻ്റെ പേരിൽ കോൺഗ്രസ്സാണ് കേരളത്തിലെ ലഹരി ഏജൻറ്റുമാരെന്ന് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും യുവജന വിദ്യാർത്ഥി സംഘടനയാണോ ഈ ലഹരിയുടെ ഹോൾസെയിൽ ഏജൻറ്റുമാരെന്ന് പറയാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയതിനു ശേഷം മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ കണ്ടത്. വിദ്യ അഭ്യസിക്കാൻ കുട്ടികൾ എത്തുന്ന ഇടത്ത് നിന്ന് കിലോ കണക്കിന് കഞ്ചാവ് കണ്ടെത്തുന്നതോ അവിടം കഞ്ചാവിന്റെ വിപണന കേന്ദ്രമായി മാറുന്നതോ ഒന്നും ഇവരെ തെല്ലും ആശങ്കപ്പെടുത്തുന്നില്ലേ? പിടിയിലായവരുടെ രാഷ്ട്രീയം തിരയുന്നതാണോ ലഹരിക്കെതിരായ പ്രതിബദ്ധതയോടെയുള്ള പോരാട്ടം എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? ലഹരിക്കെതിരായി ഒറ്റക്കെട്ടായ പോരാട്ടമല്ലേ വേണ്ടത്? ലഹരി വല അറുക്കേണ്ടേ? എൻകൗണ്ടർ പ്രൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻകൗണ്ടർ പ്രൈമിൽ ഇന്നത്തെ നമ്മുടെ അതിഥികൾ SFI കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ E. അഫ്സൽ, ശ്രീ MJ യദുകൃഷ്ണൻ, KSU വൈസ് പ്രസിഡന്റാണ്, റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബു, ഒപ്പം ഡോക്ടർ മോഹൻ റോയ്, മനോരോഗ വിദഗ്ധനാണ്. ആദ്യം ഞാൻ പോകുന്നത് യദുകൃഷ്ണനിലേക്കാണ്. ശ്രീ യദുകൃഷ്ണൻ, ഇന്നലെയും ഇന്നുമൊക്കെ നമ്മൾ തുടർച്ചയായി പ്രതിപക്ഷ നേതാവിൽ നിന്നും മുൻ പ്രതിപക്ഷ നേതാവിൽ നിന്നുമൊക്കെ കേൾക്കുന്ന പ്രതികരണങ്ങളുണ്ട്. അതിൽ ഒരു പ്രതികരണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇന്നിപ്പോൾ തുടക്കത്തിൽ ഞാൻ കേൾപ്പിച്ചത്. ഇതിലൊരു പൊളിറ്റിക്കൽ പേട്രണേജ് എടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. CPIM ഇവരെ സംരക്ഷിക്കാനിരിക്കുന്നു, SFIക്കാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നു, SFIയെ പിരിച്ചുവിടണമെന്ന് പറയുന്നു. ഈ തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ നമ്മൾ ഒരു ഭാഗത്തു നിന്ന് കാണുമ്പോൾ അങ്ങനെയല്ല അത് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മറുഭാഗത്തു നിന്നുള്ള പ്രതിരോധം നമ്മൾ കാണുകയാണ്. ഇതിനെ രാഷ്ട്രീയമായി ചുരുക്കിക്കാണുന്നുണ്ടോ? ഇപ്പോൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രതികരണങ്ങൾ വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു സംശയത്തോടെ ഈ ചർച്ച തുടങ്ങാമെന്ന് കരുതുകയാണ്. ഇതിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നിറത്തോടെ ഇതിനെ ചുരുക്കിക്കാണാനൊരു ശ്രമം നടക്കുന്നുണ്ടോ? യദു. അത്തരത്തിൽ തന്നെ ഈ വിഷയത്തെ ചെറുതായി കാണുവാൻ KSU ആഗ്രഹിക്കുന്നില്ല. ആദ്യം തന്നെ അങ്ങനെ പറയട്ടെ. പ്രതിപക്ഷ നേതാവും ശ്രീ VD സതീശൻ അവர்களுം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവരുടെ പ്രതികരണം ഇവിടെ കാണുകയുണ്ടായി. ഈ വർത്തമാനകാലത്തിൽ നടക്കുന്ന വിഷയങ്ങളെ പറ്റിയാണ് അവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഭൂരിഭാഗ പ്രശ്നങ്ങളിൽ നിൽക്കുന്ന സംഘടനയുടെ പേര് എന്താണ് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ കേരളത്തിലെ സർക്കാർ നിലപാടിനെ പറ്റിയാണ് അവർ ആശങ്കപ്പെടുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് KSUവിൻ്റെ നിലപാടിലേക്ക് വന്നാൽ, ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തോടു കൂടിയ ഒരാശയപരമായ സമരത്തിലാണ്. ഈ വിഷയം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് ഈ അടുത്ത കാലങ്ങളിലാണ്. നമുക്കറിയാം, താമരശ്ശേരിയിലുണ്ടായ വിഷയം, വെഞ്ഞാറമൂടുണ്ടായ വിഷയം, അങ്ങനെ അടുത്ത കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് നമ്മുടെ മനുഷ്യ മനസാക്ഷി കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഒരാൾക്കും നമ്മുടെ നാട്ടിൽ കാണുന്ന വാർത്തകൾ കേൾക്കുവാൻ കഴിയാത്ത, ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. നമ്മുടെ ഒരു മാതാവ് 9 മാസവും 10 ദിവസവും ഉദരത്തിൽ ചുവന്ന നൊന്ത് പ്രസവിച്ച ഒരു അമ്മയുടെ വാക്ക് നമ്മളെല്ലാവരും കേട്ടതാണ്. വീട്ടിൽ മകൻ വരുമ്പോൾ കതക് തുറക്കാൻ ഭയമാണ്. ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ KSU വലിയൊരു സമരം ഈ മാർച്ച് 11-ാം തീയതി കാസർഗോഡ് മുതൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. KSU ക്യാമ്പസ് ജാഗരൺ യാത്ര എന്ന് പറയുന്ന ഒരു വലിയ ധർമ്മ സമരം, ഒരു പരിവർത്തന സമരം, ഒരു തീർത്ഥയാത്രയായി ഞങ്ങൾ കാസർഗോഡ് നിന്നും അത് ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളതിൽ മുമ്പോട്ട് വരുമ്പോൾ നമുക്കറിയാം വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ ആ സമരത്തിന് മുമ്പിലുണ്ട്. കാരണം കേരളത്തിലെ കലാലയങ്ങൾ നിരവധിയായ വിദ്യാർത്ഥി സംഘടനകൾക്ക് കൃത്യമായ സ്വാധീനമുണ്ട്. അതിൽ SFIയും KSUവും ASFും AVPയും അടക്കമുള്ള MSF അടക്കമുള്ള നിരവധി സംഘടനകളുണ്ട്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് കേരളത്തിലെ കലാലയങ്ങളിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിരവധിയായ
വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ വിഷയത്തിൽ പ്രതികളാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. അതിൽ KSUവും SFIയും അടക്കമുള്ള ആളുകൾ വരാം. ആര് തന്നെയാകട്ടെ, ഏത് വിദ്യാർത്ഥി സംഘടനയുടെ മറവിലാണോ ഇത്തരം പ്രവർത്തനം നടത്തുന്നത്, അത്തരം പുഴുക്കുത്തുകളെ എല്ലാം ക്യാമ്പസിൽ നിന്നും പിഴുതെറിയുവാനും അതിന് ലഹരി മാഫിയ പ്രവർത്തനങ്ങൾക്ക് കച്ചവട വാഹകരായി നിൽക്കുന്ന ആളുകളെ കണ്ടെത്താനും ഇതിന്റെ ഉൽപ്പാദനവും വിവരണവും എവിടെ നിന്നാണ് എന്നുള്ള ചെയിൻ റാക്കറ്റുകൾ, അതിന്റെ ചെയിൻ പൊട്ടിച്ചെറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവുമായിട്ടാണ് ഞങ്ങൾ ഈ ജാഥയുമായി മുമ്പോട്ട് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം ആ ജാഥയ്ക്ക് താങ്കളുടെ ഈ പ്രതികരണം കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് യദുകൃഷ്ണൻ. കാരണം കുറച്ചുകൂടി വകതിരിവോടെ എന്ന് തന്നെ പറയേണ്ടി വരും താങ്കൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. താങ്കളുടെ തന്നെ മുതിർന്ന നേതാക്കൾ പറയുന്ന പ്രതികരണം നിരാശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം താങ്കൾ പറയുന്നത് പോലെയല്ല അവർ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ഉത്തരവാദി ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറയുകയാണ്. എന്നാൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം എന്തൊക്കെയാണ്? ഇന്നലെ മുതൽ നമ്മൾ കേട്ടതാണ്. അതിൽ ആകാശിന്റെ പേര് കേൾക്കുന്നു. KSU പ്രവർത്തകനാണ്. നമ്മൾ ഈ രാഷ്ട്രീയം പറഞ്ഞു വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഭാഗം കാണാതെ പോകുന്നതെന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. ആകാശ് അദ്ദേഹം KSU പ്രവർത്തകനാണ് എന്ന് പറയുകയാണ്. എനിക്കൊപ്പമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഇന്നലെ KSUവിൽ അവിടെ മത്സരിച്ച ഒരു വിദ്യാർത്ഥി പറയുന്നതാണ്. ആ KSU പ്രവർത്തകനാണ് എന്ന് പറയുന്നു. എന്നാൽ പക്ഷേ അത് തള്ളിക്കളയുകയാണ് നിങ്ങളുടെ നേതൃത്വം. ഇനി ആദിലും അനന്തവും ആകാശിനൊപ്പമുള്ളവരാണ് എന്ന് പറയുന്നതാണ്. അവർ താമസിച്ചിരുന്ന ആളുകളാണ് ഈ മുറിയിൽ. അതിൽ അനന്തു ആരാണ്? യൂണിറ്റ് കമ്മിറ്റി അംഗമാണ്. ആദിൽ ആരാണ്? ആർട്സ് ക്ലബ് സെക്രട്ടറിയായി മത്സരിച്ചയാളാണ് KSUവിൻ്റെ. ഇവരെല്ലാവരും KSUക്കാരാണ്. ഇനി ഇന്നിപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം, ഈ കഞ്ചാവ് എത്തിച്ചത് ആരാണ്? ആഷിക്കും ഷാലിക്കും. അതിൽ തന്നെ ഷാലിക്കാരാണ്. KSUവിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പങ്കെടുത്ത ആളാണ്. ആ ഒരു പടവും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ രാഷ്ട്രീയം നോക്കാൻ ആണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രം തമസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു ഭാഗം മാത്രം തമസ്കരിക്കൽ, ഈ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ അവസാനം പറഞ്ഞ വിഷയങ്ങളിലേക്ക് ഞാൻ തീർച്ചയായും വരാം. ഇങ്ങനെ നമ്മുടെ നേതൃത്വം ഇത്തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് വരുന്നത് ഈ സർക്കാരിന്റെ വീഴ്ചയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ ഒരു വ്യാപനം കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളിലും ഇത് വ്യാപിച്ചിരിക്കുന്നു എന്ന് വളരെ ഗൗരവത്തോടു കൂടി KSU കുറെ നാളുകളായി പറയുകയാണ്. കേരളത്തിലെ ഹോസ്റ്റലുകളിൽ, കേരളത്തിലെ കലാലയങ്ങളിൽ ലഹരിയുടെ വ്യാപനം വർദ്ധിച്ചിരിക്കുന്നു. എന്ത് തരത്തിലുള്ള നടപടിയാണ് കേരളത്തിലെ പോലീസും എക്സൈസും എടുത്തിട്ടുള്ളത്? എന്ത് തരത്തിലുള്ള നടപടികളുമായിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്? ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനകത്ത് SFIയെ പഴിചാരുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ കലാലയങ്ങളിൽ നിന്നും SFIയുടെ നേതാക്കന്മാരെ, ഇപ്പോൾ നമുക്കറിയാം അഭിരാജ് എന്ന് പറയുന്ന ഒരു കളമശ്ശേരി കോളേജിലെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നുമാണ് കഞ്ചാവ് പിടിക്കുകയും അദ്ദേഹത്തിന് FIRൽ പ്രതി ചേർക്കപ്പെടുകയാണ്. ആ FIRൽ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്, ഉപയോഗത്തിന് വേണ്ടിയും കച്ചവടത്തിന് വേണ്ടിയുമാണ് ഇത് കയ്യിൽ സൂക്ഷിച്ചിരുന്നത് എന്ന് വളരെ കൃത്യമായി പറയുന്നു. അപ്പോൾ അദ്ദേഹം ഇതിൽ പ്രതിയാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നു. ഞങ്ങൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ നേരിട്ട് ചെന്നിരുന്നു. KSUക്കാരുടെ പേര് പറയുന്നു. എന്തെങ്കിലും KSU പ്രവർത്തകരുമായി ഈ വിഷയത്തിൽ ബന്ധമുണ്ടോ എന്നറിയാൻ ഞാനും KSU പ്രസിഡന്റും അടക്കമുള്ള ഞങ്ങൾ ഒരു 5 അംഗ സംഘം ഇന്നലെ കളമശ്ശേരി സ്റ്റേഷനിൽ സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഈ ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുമായി KSUവിന് യാതൊരു ബന്ധമില്ല. അതിലേക്ക് വരാം. പക്ഷേ ഈ അഭിരാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി, ഞാൻ പറഞ്ഞു വന്നത്, അഭിരാജ് എന്ന് പറയുന്ന യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കേസ് എടുത്തതിനു ശേഷം അദ്ദേഹത്തെ ജാമ്യത്തിലിറക്കി പൊതുമാധ്യമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ നിരപരാധിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്ന ഒരു കാഴ്ചയല്ലേ SFIയുടെ ഏരിയ പ്രസിഡന്റ് ഭാഗത്ത് കണ്ടത്? അതിനുശേഷം SFIയുടെ സംസ്ഥാന നേതൃത്വം, കേരളത്തിലെ മന്ത്രിമാർ, മുതിർന്ന നേതാക്കന്മാർ അടക്കമുള്ള ആളുകൾ അതിനെ ന്യായീകരിക്കുന്ന കാഴ്ചയല്ലേ കാണുന്നത്? അപ്പോൾ നമ്മളൊരു സൈഡിൽ നിന്നും ഇതിനു വേണ്ടി ഒരു വിശാലമായ ചർച്ചയ്ക്ക്, ഒരു വിശാലമായ പ്രവർത്തനത്തിന് KSU തുടക്കം കുറിക്കുമ്പോൾ അപ്പുറത്തു നിന്നും SFIയുടെ നേതൃത്വം എന്താണ് ചെയ്യുന്നത്? കേരളത്തിലെ കലാലയങ്ങളിൽ ഇത്തരം കച്ചവടക്കാരെ സംരക്ഷിക്കുന്ന പ്രവണതയുമായി മുമ്പോട്ട് പോകുന്നു. അവരെ അപ്പോൾ 1 കിലോ കഞ്ചാവ് പിടിച്ച അല്ലെങ്കിൽ 1 കിലോ അധികം കഞ്ചാവ് പിടിച്ചത് 10 ഗ്രാമായി കുറയുന്നു. അപ്പോൾ എന്താണ് അത്? അവരെ ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു, അവരെ സഹായിക്കാൻ പോകുന്നു. അപ്പോൾ അത്തരം പ്രവണതയുമായി SFIയുടെ നേതൃത്വം വരുമ്പോൾ കേരളത്തിൽ ഇന്നും ഇന്നലെയുമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ കലാലയങ്ങളും ഹോസ്റ്റലുകളും ഇവരുടെ ലഹരി മാഫിയകൾ, SFI സംരക്ഷണം കൊടുക്കുന്ന ലഹരി മാഫിയകളുടെ ആളുകളുടെ പിടിയിലാണ്. നമുക്കറിയാം, ഒരു ജില്ലാ കമ്മിറ്റിയെ ലഹരിക്കെതിരെയുള്ള പരിപാടി നടത്തിയതിനു ശേഷം താങ്കളോട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. പക്ഷെ സമയം കുറച്ച് കൂടി പോകുന്നത് കൊണ്ടാണ്. അതായത് ഇപ്പോൾ ആകാശിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ആദിൽ, അനന്തു എന്നിവരുടെ കാര്യമാണെങ്കിലും ഷാനിക്കിന്റെ കാര്യമാണെങ്കിലും അതിൽ എന്താണ് മറുപടി എന്നത് അറിയേണ്ടതുണ്ട്. ഞാൻ താങ്കളിലേക്ക് തന്നെ തിരികെ എത്തും. അഫ്സലിലേക്ക് പോവുകയാണ്. അഫ്സൽ, ഇപ്പോൾ ഇതാണ് ഇതിനുള്ള മറുപടി. ഈ നിലവിൽ നടക്കുന്ന പല കാര്യങ്ങൾ, ഒപ്പം തന്നെ ഇവിടെ ഭരിക്കുന്നത് ആര് എന്നുള്ളത്, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ആരോപണ ശരങ്ങൾ നിങ്ങളുടെ നേർക്ക് വരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ 1 കിലോയിൽ കുറവായി കാണിക്കുന്നുണ്ട്. അത് ആ തരത്തിലേക്ക് തെറ്റായി FIRൽ കൂട്ടിച്ചേർത്തതാണ് എന്നുകൂടിയും പറഞ്ഞു വെക്കുന്നുണ്ട് അഫ്സൽ.
KSUവിൻ്റെ സംസ്ഥാന നേതാവ് ശ്രീ യദുകൃഷ്ണൻ ഇവിടെ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ക്യാമ്പസുകളുടെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ലോകത്താകമാനം സാമ്രാജ്യത്വത്തിൻ്റെ പ്രോത്സാഹനത്തോടു കൂടി വളർന്നു വരുന്ന ഈ ലഹരി മാഫിയ, രാസലഹരി മാഫിയ, കഞ്ചാവ് മാഫിയ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ചെറുക്കാൻ ഒരുമിച്ച് നിന്ന് പോരാടുന്നതിന് പകരം ഇതിൽ എങ്ങനെയെങ്കിലും SFIയെ പഴി ചാരാൻ വേണ്ടി കഴിയുമോ എന്നുള്ള സമീപനമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏത് വിഷയം വരുമ്പോഴും KSU ഉൾപ്പെടെയുള്ള വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കാറുള്ളത്. ഇന്നിപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇതിൻ്റെ ആങ്കറായ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, യദുകൃഷ്ണൻ്റെ വാക്ക് കേൾക്കുമ്പോൾ കുറച്ച് ആശ്വാസം തോന്നുന്നു എന്നുള്ളത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇവിടെ രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞത് എന്താ? കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നത്, ലഹരി മാഫിയ പ്രവർത്തനം നടത്തുന്നത്, ലഹരി വിതരണം ചെയ്യുന്നത് SFI ആണെന്നാണ്. എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്? ശ്രീ VD സതീശൻ പറഞ്ഞത് ഇവിടെ കേരളത്തിലെ ക്യാമ്പസുകളിലാകെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന SFI ആണ്. ഇതിനു മുമ്പും അങ്ങനെ കേരളത്തിലെ ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരായ SFIക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ലഹരി കേസിൻ്റെ ഭാഗമായിട്ട് എന്നാണ് ശ്രീ VD സതീശൻ പറഞ്ഞത്. പ്രിയപ്പെട്ട VD സതീശൻ, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ ശിഷ്യനായ ശ്രീ യദുകൃഷ്ണന് ഒരു വിവരം കൊടുക്കണം. ഇതിനു മുമ്പ് ലഹരി കേസുമായി ബന്ധപ്പെട്ട്, കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് എത്ര SFI പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പേരു സഹിതം കേരള സമൂഹത്തോട് വിളിച്ചു പറയാനുള്ള ആർജവം കേരളത്തിൻ്റെ നാണം കെട്ട SFI എന്തു പറഞ്ഞാലും പഴിചാരാൻ ശ്രമിക്കുന്ന, ഇത്തരമൊരു വിഷയത്തിൽ പോലും രാഷ്ട്രീയ ലാഭം കൊതിക്കുന്ന കൊതുകിൻ്റെ സ്വഭാവമുള്ള പ്രതിപക്ഷ നേതാവേ, അങ്ങ് ഒന്ന് വിളിച്ചു പറയാൻ തയ്യാറാകണം. ഞാൻ കുറച്ച് പേരുകൾ പറയാം. ഇപ്പോൾ കളമശ്ശേരി പോളിയിലെ പേരുകളൊക്കെ ഇന്നലെ പറഞ്ഞത് എന്താ? ഇന്നലെ ഇതുപോലെ തന്നെ ചാനൽ പ്ലാറ്റ്ഫോമിൽ വന്ന് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കന്മാർ പറഞ്ഞ കാര്യം എന്താ? ഞങ്ങൾക്ക് അതുമായൊരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് KSUക്കാരെന്ന് തെളിയിക്കുന്ന ഒരു രേഖ കൊണ്ടുവാ, കൊടി പിടിച്ച് നിൽക്കുന്ന പടം കൊണ്ടുവാ എന്നൊക്കെ പറഞ്ഞല്ലോ. എന്തിനാ കൊടി പിടിച്ച് നിൽക്കുന്ന പടം? നിങ്ങളുടെ KSUവിൻ്റെ നേതാവായി അവിടെ യൂണിയൻ പാനലിൽ മത്സരിച്ച ആദിൽ സാക്ഷ്യപ്പെടുന്നുണ്ടല്ലോ ആകാശ് KSUവിൻ്റെ പ്രവർത്തകനാണ് എന്നുള്ളത്. ഈ ആദിലിൻ്റെ റൂമിൽ നിന്ന് പിടിച്ചത്, KSUവിൻ്റെ നേതാവായ ആദിലിൻ്റെയും അനന്തുവിൻ്റെയും റൂമിൽ നിന്ന് പിടിച്ചത് ചെറിയ ഗ്രാം കഞ്ചാവല്ല. ചെറിയ ഗ്രാം കഞ്ചാവിനെ ചെറുതായി കാണുകയല്ല. പിടിച്ചത് 2 കിലോയോളം വരുന്ന 1.9 ഗ്രാം 1.9 കിലോഗ്രാം വരുന്ന കഞ്ചാവാണ്. അവിടെ തൂക്കി വിൽക്കാൻ ഉപയോഗിക്കുന്ന വെയിങ് മെഷീൻ അവിടെ ഉണ്ടായിരുന്നു പറയുന്നു. അവിടെ പോലീസുകാർ ചെല്ലുമ്പോൾ ഇത് വിൽപ്പന ആവശ്യത്തിന് വേണ്ടി ക്രഷ് ചെയ്ത് പാക്ക് ചെയ്യുകയായിരുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ മീഡിയകളോട് വിളിച്ചു പറയുന്നു. ഇങ്ങനെ സ്വന്തം റൂമിനകത്ത് ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഒരു കവറിലെങ്കിലും എന്തെങ്കിലും സാധനത്തിൽ കൊണ്ടുവന്ന് വെക്കണമല്ലോ. ആകെ 10-60 കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിനകത്ത് ഒരു കവറിൽ സ്വന്തം റൂമിൽ ഈ വെയിങ് മെഷീനും ഈ പറയുന്ന 2 കിലോ കഞ്ചാവും കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആദിലെന്ന് പറയുന്ന KSU നേതാവിന് അതൊരു പങ്കുമില്ല എന്ന് വിശ്വസിക്കാൻ ഈ കേരളത്തിലെ ജനങ്ങളാകെ അന്നം തിന്നാത്ത കോൺഗ്രസ്സുകാരെ പോലെ എന്തു കണ്ടാലും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ പോലെ എന്ത് കണ്ടാലും VD സതീശൻ പറയുന്നത് സത്യമെന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കണ്ടേ? അങ്ങനെയല്ല. അതാണ് കേരളക്കര കഴിഞ്ഞ തവണയും ഇത്തവണയും ഒക്കെ അവരുടെ വോട്ട് മാൻഡേറ്റിലൂടെ തെളിയിച്ചത്. ഓരോ വിഷയങ്ങളെടുത്ത് പരിശോധിക്കുക. KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ 2 മാസം മുമ്പാണ്. KSUവിൻ്റെ ഏതെങ്കിലും ചെറിയ നേതാവല്ല, കളമശ്ശേരി പോളിയിലെ പോലെ ഏതെങ്കിലും ചെറിയ നേതാവല്ല, ഏതെങ്കിലും യൂണിറ്റ് സെക്രട്ടറിയോ യൂണിറ്റ് പ്രസിഡന്റോ അല്ല. ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി റിസ്വാനാണ് കഞ്ചാവുമായി പിടിയിലാത്. ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി. അതിനപ്പുറത്തേക്ക് ഒരു പോസ്റ്റ് KSUവിന് ഉണ്ടോ ജില്ലയിൽ? ആ ഒരു ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് റിസ്വാൻ കഞ്ചാവുമായി അറസ്റ്റിലാവുകയാണ്. ഈ റിസ്വാനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു KSU? ഈ പറയുന്ന ആകാശിനെതിരെ, ആദിലിനെതിരെ, അനന്തുവിനെതിരെ, ഇന്ന് അറസ്റ്റിലായ ഷാലിക്കും ആഷിഖും ഉൾപ്പെടെയുള്ള KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് കമ്മിറ്റി അംഗവുമായിരുന്ന ആളുകൾക്കെതിരെ ഈ നിമിഷം വരെ എന്ത് നടപടി സ്വീകരിച്ചു? അല്ല, നടപടി സ്വീകരിക്കാൻ ഇവർക്ക് KSUവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ട? അഫ്സൽ, പറയാൻ അവസരം തരണം. ഞാൻ വരാം താങ്കളിലേക്ക് വരാം. അഫ്സൽ പറയൂ. ഇവർക്ക് KSUവുമായി ബന്ധമില്ല എന്ന് KSUക്കാർ പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാതിരിക്കണോ കേരളക്കര? നമ്മുടെ മുമ്പിൽ സംസാരിക്കുന്ന തെളിവുകളല്ലേ? ഷാലിക് എന്ന് പറയുന്ന അവിടുത്തെ KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി അവിടെ KSUവിൻ്റെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന ദൃശ്യമല്ലേ പുറത്തു വന്നത്? അവിടെ KSUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ വേദിയിൽ ഈ പറയുന്ന കഞ്ചാവ് കച്ചവടക്കാർ മുഴുവൻ ഷാലിക്കും മാഷിക്കും
അതുപോലെ ആദിലുമൊക്കെ ഉൾപ്പെടെയുള്ള KS പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയല്ല പുറത്തു വരുന്നത്. എത്ര ഫോട്ടോ വേണം? ഞാനിപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളത് അവിടെ സ്ക്രീനിലിട്. നിങ്ങൾ യദുകൃഷ്ണന് കാണിച്ചു കൊടുക്ക്. ഒരു മാന്യമായ സമീപനം സ്വീകരിക്കണ്ടേ? ജാഗ്രത ജാഥ നടത്തിക്കോ. KS നടത്തുന്ന ജാഥ ആത്മാർത്ഥമാണെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ കുറേ കാലമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരി മാഫിയക്കെതിരെ ക്യാമ്പയിനിങ് എടുക്കുന്നു. മയക്കുമരുന്നിനെതിരെ എന്ന് പറഞ്ഞ് 3 വർഷം മുമ്പ് ജില്ലകൾ തോറും 14 ജില്ലകളിലും ജില്ലാ ജാഥ നടത്തി 100 കണക്കിന് ക്യാമ്പസുകൾ KSUയുടെ പോലെ ഒരു ദിവസം ഒരു ജില്ലയിലല്ല, ഒരു ജില്ലയിൽ തന്നെ 4-5 ദിവസം എടുത്ത് ബഹുഭൂരിപക്ഷം ക്യാമ്പസുകളും കവർ ചെയ്ത് മയക്കുമരുന്നിനെതിരെ അരാഷ്ട്രീയതക്കെതിരെ മുദ്രാവാക്യം വെച്ച് ജില്ലാ ജാഥ നടത്തിയത് 3 വർഷം മുമ്പേ. SFI നടത്തുന്ന പോരാട്ടത്തെ KSUവിന്റെ ജാഗ്രത യാത്ര കൊണ്ട് മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല. പോരാട്ടത്തിനും അല്ലെങ്കിൽ ക്യാമ്പയിനിങ്ങിനൊന്നും ഒരു കുറവുമില്ലല്ലോ അഫ്സൽ. എല്ലാവരും മത്സരിച്ചത്രം ക്യാമ്പയിനിങ്ങും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടമുണ്ട്. ഈ അരാഷ്ട്രീയത എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയുന്ന ഏത് സംഘടനയാണ് അവിടെ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതാകും നല്ലത്. അത്തരത്തിലേക്ക് വളരെ സജീവമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ക്യാമ്പസിനെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരാഷ്ട്രീയത എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ താങ്കളിലേക്ക് എത്താം. അല്ല, ഞാൻ ആ ക്യാമ്പസിനെ പറ്റി, ഞാൻ ക്യാമ്പസ് ഒരു മിനിറ്റ് ഞാനൊന്ന് ക്യാമ്പസിനെ പറ്റിയല്ല പറഞ്ഞത്. ഞങ്ങളെടുത്ത ക്യാമ്പയിനെ പറ്റിയാണ് പറഞ്ഞത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ വിഷയത്തിൻ്റെ മെറിറ്റിനെ, ഈ വിഷയത്തിൻ്റെ പ്രശ്നത്തെ കാണാതെ പോകുന്നുള്ളതാണ്. ഏതൊരു വിഷയം വരുമ്പോഴും കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏതൊരു വിഷയം വരുമ്പോഴും ഒരു കയറ് കണ്ടാൽ കയറിൻ്റെ അറ്റത്ത് SFI ഉണ്ടോ എന്ന് തിരക്കുന്ന, SFI ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു SFIയുടെ ഓഫീസിൽ കയറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് SFI ആക്രമിക്കാൻ വേണ്ടിയുള്ള അവസരമായി കാണുന്നതാണ് പ്രശ്നം. SFI തയ്യാറാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോർഡിനേഷൻ സമിതി ഉണ്ടാക്കി ആ സമിതിയെ നയിച്ച് ഐതിഹാസികമായ സമരങ്ങൾ നടത്തിയ പാരമ്പര്യമുണ്ട് SFIക്ക്. അന്ന് KSUവിനെയും MSFിനെയും ASFിനെയും ഒക്കെ അണിനിരത്തി കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി സമരം നടത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചണിനിരന്ന് KSUവിൻ്റെ കൂടെ ASFിൻ്റെ കൂടെ എല്ലാ വിദ്യാർത്ഥി സംഘങ്ങളുടെ കൂടെ ചേർന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ ജാഗ്രത പടർത്താൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇവർ തയ്യാറല്ല. ഇവർ ഈ വിഷയത്തിനിടയിലും SFIയെ 4 ചവിട്ടാൻ എന്താണ് മാർഗമെന്ന് ചെയ്യുകയാണ്. അവിടെയാണ് ഈ പ്രശ്നമെല്ലാം, ഇതിൻ്റെ ഈ ക്യാമ്പയിനിങ്ങിൻ്റെ എല്ലാ മെറിറ്റും നഷ്ടപ്പെടുന്നത്. ശരി, ഞാൻ എത്താം തിരികെ. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ ഇതിലൊരു വലിയ വിമർശനമായി ഇന്നലെ മുതൽ ഉയർന്നു കേട്ടത് 2 FIR ഇട്ടത് എന്തിനാണ് എന്നുള്ളതാണ്. അല്ല, ഞാൻ വരാം, താങ്കളിലേക്ക് എത്താം. താങ്കൾക്ക് ഞാൻ സമയം തരാം. എന്തിനു വേണ്ടി 2 FIR ഇട്ടു എന്ന ചോദ്യം, അതിൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് രക്ഷിക്കാൻ വേണ്ടിയാണ്, ആരെയോ രക്ഷിക്കാൻ വേണ്ടിയാണ് 2 FIR ഇട്ടതെന്ന് പറയുന്നു. മറ്റൊന്ന്, 1 കിലോയിൽ താഴെയാക്കി ഒരു FIRൽ എടുത്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത് 1 കിലോയിൽ താഴെ എന്നുള്ളതാണ്. അത് SFI പ്രവർത്തകനാണ്. അതിലും ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അല്ല, പോലീസ് പ്രാഥമികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ സംശയിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സംശയിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. കാരണം അവരെ സംബന്ധിച്ച് അവർ രേഖപ്പെടുത്തി കഴിഞ്ഞ കാര്യത്തിൽ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഈ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളിലേക്ക് തിരിച്ച് അടിക്കരുത് എന്നുള്ള രീതിയിൽ അവർ മുഴുവൻ വീഡിയോഗ്രാഫി, അതായത് മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെ എല്ലാം വീഡിയോഗ്രാഫി ചെയ്ത് കൃത്യമായി അവർ സൂക്ഷിച്ചതിന് ശേഷം നടത്തിയ റെയ്ഡാണ്. അത് കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെയും കൂടെ ആവശ്യപ്രകാരം മുൻകൂട്ടി അറിയിച്ച് മുൻകൂട്ടി അന്വേഷണം നടത്തി അതിന് വേണ്ട മുന്നൊരുക്കങ്ങളും വേണ്ട രേഖകളും ഒക്കെ സ്വീകരിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ പകർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു രേഖയായതുകൊണ്ട് അതിനകത്തിൽ വേറെ ഏതെങ്കിലും ഒരു ഏജൻസി പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ വാസ്തവം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അതിൽ നമ്മൾ പ്രസക്തി ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ 2 FIR എടുത്തത് സ്വാഭാവികമായിട്ടും 2 FIR എടുക്കും. കാരണം ഒരു സ്ഥലത്ത് നിന്നല്ല എടുത്തത്, 2 മുറികളിൽ നിന്നാണ്. 2 മുറികളിൽ നിന്ന് എടുക്കുമ്പോൾ ഒരേ സമയത്തുള്ള സെർച്ചല്ല, ഒരു സെർച്ചിന് ശേഷം മറ്റൊരു സെർച്ച് എങ്ങനെ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ 2 സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ചത് 2 റൂമിലാണ്, 2 സ്ഥലമായതുകൊണ്ട് അതിന് അല്പ സമയവ്യത്യാസം ഉണ്ടാവും. ആ സമയവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് 2 FIR എടുക്കുന്നതിൽ തെറ്റ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. തെറ്റ് കാണാനും പറ്റില്ല. കാരണം എന്താ പറയുക, 2 മുറിയാണ്, 2 മുറിയിൽ 2 ആളുകളാണ് താമസിച്ചിരിക്കുന്നത്. അങ്ങനെ 2 സ്ഥലത്തേക്ക് ചെയ്യുമ്പോൾ അത് നോക്കി 2 FIR എടുത്തു. 2 FIR എടുത്തതിന് ശേഷം ഇത് രണ്ടും ഒരേ കേസിന് ഒരേമാതിരി ഒരേ രീതിയിൽ അവിടെ കൊണ്ടുവന്ന് വെക്കുകയും
അത് അവിടെ നിന്ന് വിപണനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ചെടുത്ത തീരുമാനങ്ങളും ഗൂഢാലോചനയും അതിൻ്റെ വേണ്ടിയിട്ട് ഉള്ള സമാഹരണമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഒന്നിച്ചൊരു FIR ഒരു ചാർജ് ഷീറ്റായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ 2 FIR എടുത്തതിൽ അസ്വാഭാവികത പറയാൻ പറ്റില്ല. പിന്നെ ക്വാണ്ടിറ്റികളെ സംബന്ധിച്ചിടത്തോളം ക്വാണ്ടിറ്റി അവരെ സംബന്ധിച്ചിടത്തോളം സീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സാക്ഷികൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, അല്ലാണ്ട് വേറെ ആരുമില്ല. അവിടെയുള്ള ആളുകൾ ആരോപണം പ്രത്യാരോപണം നടത്തുക എന്നതിനപ്പുറത്തേക്ക് നമുക്ക് എവിടെയെങ്കിലും എത്താൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചുള്ള ഇതിനകത്ത് പോലീസിൻ്റെ കാര്യങ്ങൾ, പോലീസിൻ്റെ പേരിലേക്ക് അബദ്ധങ്ങൾ ഇതേമാതിരി വരുന്ന ഒരു ആരോപണങ്ങൾക്ക് അവർക്ക് ഉത്തരം പറയാൻ എന്തായാലും ശരി അവർ ചെയ്ത വീഡിയോഗ്രാഫുകൾ ഉപയോഗിക്കാൻ നിയമപരമായിട്ട് കേരള പോലീസ് അവരെ അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ പേരിലേക്ക് ഇത് വഴിതിരിച്ചിട്ട് ആരോപണമായിട്ട് ചെല്ലുകയാണെങ്കിൽ അവർക്ക് അത് വെച്ചിട്ട് അത് സമർത്ഥിക്കാൻ ഉപയോഗിക്കാം എന്ന് വരെ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇപ്പോൾ ഡിഫെൻസീവിലാണ്. കാരണം അത് ചെയ്തതിന് ഒരു പ്രധാന ഘടകമുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ ഇതേമാതിരി വിദ്യാർത്ഥി സംഘടനകളിലെ അടുത്ത് കഴിയുമ്പോൾ അവരുടെ പേരിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഭയാശങ്കകളോട് കൂടിയിട്ട് ആ ഭയാശങ്കകളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പ്രവർത്തികൾ അവരെ സുതാര്യമാക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് നിയമപരമായിട്ട് അവർക്ക് അധികാരം നമ്മുടെ കേരള പോലീസ് ആക്ട് പ്രകാരം സെക്ഷൻ 33 പ്രകാരം അവർക്ക് അധികാരമുള്ളതുകൊണ്ട് അവരത് ചെയ്തിരിക്കുന്നത് അവർക്കൊരു ഡിഫെൻസീവ് എന്നുള്ള രീതിയിൽ അവർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അതല്ലാണ്ട് ചിലർ അതിനെപ്പറ്റി പറയുന്നുണ്ട് പോലീസ് എന്തിനാ ഒരിടത്തും ചെയ്യാത്ത ഇത് ചെയ്യാം. പോലീസിന് അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ ചെയ്യുന്ന പ്രവർത്തികൾ ഓഡിയോ വീഡിയോഗ്രാഫ് എടുത്ത് സൂക്ഷിക്കുകയും അങ്ങനെ സൂക്ഷിച്ച് കഴിയും എപ്പോഴെങ്കിലും അവർക്ക് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ല എപ്പോഴെങ്കിലും അവരുടെ പേരിലേക്ക് പരാതികൾ വരികയാണെങ്കിൽ അല്ലെ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന അവസരം അവർക്ക് അവരുടെ ഡിഫൻസിന് ഈ കാര്യം ഉപയോഗിക്കാമെന്ന് നിയമം പറയുമ്പോൾ അതിനകത്ത് അസ്വാഭാവികതയില്ല. അപ്പോൾ 2 FIR എടുത്തു കഴിഞ്ഞാലും ഈ സാഹചര്യത്തിലാണ് എടുത്തത്. അത് അന്വേഷണത്തിന് ശേഷം സംയോജിപ്പിച്ച് തന്നെ ഒന്നിച്ച് സ്റ്റോർ ചെയ്ത് ഇവരെല്ലാവരും ഏകോപിച്ച് ചെയ്തിരുന്നതാണ് എന്ന് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കപ്പെടുത്താൽ അന്വേഷണത്തിൽ തെളിവ് ശേഖരണത്തിന് ശേഷം കേസിൽ അത് ഒരു ചാർജ് ഷീറ്റ് ആക്കാൻ കുഴപ്പമൊന്നുമില്ല, അല്ലെ 2 ചാർജ് ഷീറ്റ് ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കൊണ്ടുവന്നത് ഒന്നായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അറസ്റ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ചാണ് ഇവർ സ്റ്റോർ ചെയ്ത് ഇവർ തന്നെ കൊണ്ടുവന്നിട്ട് ഇവരെല്ലാവരും ഒരേ ഉത്തരവാദിത്വത്തോടുകൂടി പരസ്പര ധാരണയോടുകൂടി ചെയ്യപ്പെട്ടതാണെങ്കിൽ എല്ലാവരെയും വേണേൽ മറ്റവരെ ആ ജയിലിൽ കൊടുത്താൽ അവരെ റീഅറസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇനിയും കോടതിയിലേക്ക് അയക്കാനൊക്കെ സാധിക്കും. അതൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ചെയ്യാൻ പാടില്ല എന്നെവിടെയും പറഞ്ഞിട്ടില്ല, ചെയ്യാൻ സാധിക്കുമെന്നാണ് നിയമം പറയുന്നത്. അതനുസരിച്ചിട്ട് പോലീസിന് വേണമെങ്കിൽ പോകാം. അതുകൊണ്ട് ഈ പരാതികൾക്ക് വലിയ അടിസ്ഥാനമുണ്ടോ എന്ന് തോന്നുന്നില്ല. അതിനകത്ത് സാധാരണഗതിയിൽ എന്താണെന്ന് പറഞ്ഞാൽ ഏത് കേസും ക്യാമ്പസുകളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായ ആരോപണം പ്രത്യാരോപണം സർവ്വസാധാരണമാണ് നമ്മുടെ ഇടയിൽ. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയുന്നത് ശരിയോ തെറ്റോ എന്ന് ആർക്കെങ്കിലും പരീക്ഷിച്ച് നോക്കണമെങ്കിൽ ഇതേമാതിരിയുള്ള വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകാനേ കഴിയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ്. ഡോക്ടർ മോഹൻ റോയ്, ഇപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പിടികൂടിയ വസ്തുക്കളുടെ കണക്കൊക്കെയാണ് നമ്മൾ ഇന്നലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. 7 മണിക്കൂറിലേറെ നീണ്ടുനിന്ന റെയ്ഡാണ്. അതിൽ 2 കിലോയോളം കഞ്ചാവ് ഒരു മുറിയിൽ നിന്ന്, കൂടാതെ മറ്റൊരു മുറിയിൽ നിന്ന് 1 കിലോയിൽ താഴെ കഞ്ചാവ്, അത് വിൽക്കാൻ പാകത്തിന് ചെറിയ പൊതികളാക്കി അളക്കാനുള്ള ത്രാസ്, ഇത് എങ്ങനെ ഉപയോഗിക്കും ആ തരത്തിൽ അതിനുവേണ്ടിയുള്ള വസ്തുക്കൾ, പ്ലാസ്റ്റിക് കുപ്പി, ഹുക്ക, ഇതെല്ലാം മദ്യക്കുപ്പി ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ മുറിയിൽ നമ്മളെ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് ഇന്നലെ. ഒരു തലമുറയെ തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നൊരാശങ്ക, എത്രത്തോളം ഭീതിതമാണ് ഇത് ഡോക്ടർ മോഹൻ റോയ്? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അല്ല, തീർച്ചയായിട്ടും തലമുറകളെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ കേരളത്തിൽ ഉള്ള ജനസംഖ്യ എങ്ങനെയായിരിക്കുമെന്നുള്ളതിൻ്റെ ചില പ്രവചനങ്ങളൊക്കെ നമുക്കുണ്ട്. ഏകദേശം ഒരു 2036 ആകുമ്പോൾ ഏകദേശം ഒരു 3.8 കോടിയൊക്കെ ആൾക്കാരാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ കുറേ നാളായിട്ട് ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം വല്ലാണ്ടങ്ങ് കുറയുകയാണ്. 2014 2024 കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം ഒരു 1,86,000 കുട്ടികളുടെ എണ്ണത്തിൽ തന്നെ കുറവ് വന്നിട്ടുണ്ട്. ഒരു 5.48 ലക്ഷത്തിൽ നിന്നും ഏകദേശം ഒരു 3,40,000 ഒക്കെ അതിന് ഏകദേശ കണക്കുകൾ കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് ഈ കുട്ടികൾ പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്നത് പോലെ നമ്മൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ തന്നെ വഴി ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഉള്ളത് കൊണ്ട് ഈ പുതിയ തലമുറയൊക്കെ അത്ര വഴി ചോദിക്കുമെന്ന് എനിക്കറിയില്ല, ചോദിച്ചു കഴിഞ്ഞാൽ നഹിമാലും ഭയ്യ എന്നുള്ളൊരു മറുപടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ അതിഥി തൊഴിലാളികളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ തലമുറകളെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ലഹരി പോവുക. നോക്കൂ, ക്യാമ്പസുകളിൽ നിന്നും പണ്ട് നമ്മൾ എന്തൊക്കെയാണ്
കണ്ടിരുന്നത്. അവിടെ പാട്ടുണ്ടായിരുന്നു, നൃത്തമുണ്ടായിരുന്നു, കലാപരിപാടികളുണ്ടായിരുന്നു, സാഹിത്യ പരിപാടികളുണ്ടായിരുന്നു, കൃത്യമായ സമരങ്ങളുണ്ടായിരുന്നു, ഇടപെടലുകളുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടാവേണ്ടത് തന്നെ. കാരണം ഒരു ഘട്ടത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിച്ച ഹൈക്കോടതി പോലും എനിക്ക് തോന്നുന്നത് ഏകദേശം കഴിഞ്ഞ വർഷം ഡിസംബറോടുകൂടി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റെയും ജസ്റ്റിസ് മുഷ്താഖ് മുഹമ്മദിൻ്റെയും ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ക്യാമ്പസ് രാഷ്ട്രീയമല്ല നിരോധിക്കേണ്ടത്, ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ തെറ്റായ പ്രവണതകളാണെന്നും കുട്ടികൾ രാഷ്ട്രീയം അറിയേണ്ടതെന്നും പറയുന്ന തലത്തിലേക്ക് ഹൈക്കോടതി വരെ മാറിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം നമുക്ക് സഹിക്കാൻ പറ്റാത്ത വാർത്തകളായി ക്യാമ്പസുകളിൽ കേൾക്കുന്നത്. കാരണം ഇതൊക്കെ അവിടുത്തെ കുട്ടികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ സർഗാത്മകത നശിപ്പിക്കാനും അവരുടെ പഠനം നശിപ്പിക്കാനും അവരുടെ കലാകായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനെ തടസ്സപ്പെടുത്താനുമായിട്ടാണുള്ളത്. ഇപ്പോൾ 2 പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ തർക്കത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയും കേരളത്തിലെ സാഹചര്യത്തിൽ ഇതുവരെ ഒരു രാഷ്ട്രീയ കക്ഷിയും പരസ്യമായിട്ടൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരതിൻ്റെ പുറകെ ഒന്നുമല്ല. പിന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മെ കാണിക്കുന്നത് സമൂഹത്തിൽ എത്രമാത്രം ഈ പ്രശ്നം രൂഢമൂലമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പോൾ ഡോക്ടറെ കൊന്ന കേസിലാവട്ടെ, കുട്ടിയെ ആക്രമിക്കുന്ന കേസിലാവട്ടെ, ഭാര്യയും ഭർത്താവുമാകുന്ന തർക്കത്തിലാകട്ടെ, റോഡിൽ ഒരു വഴക്ക് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിത്തീർക്കുന്ന സംഭവത്തിലാവട്ടെ, ലഹരി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ലഹരി സർവ്വവ്യാപിയായിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലൊക്കെ തന്നെ ഇപ്പം നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോഴോ മറ്റോ നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ സ്കൂൾ യൂണിഫോമിലുള്ള കുറേ കുട്ടികൾ ഒരു തെരുവിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ട് അവരെ ഒന്ന് പിടിച്ചു മാറ്റാൻ തോന്നാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അതിൽ കുറച്ച് പേരെങ്കിലും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നിർഭാഗ്യവശാൽ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. അത്തരം സംവേദനക്ഷമത പോയ ഒരു സമൂഹമായി നാം മാറിയെങ്കിൽ അവരുടെ കയ്യിലെന്താണെന്നും അവർ ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുമുള്ള ഭയമാണ് നമ്മെ പിന്തിരിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സംവേദനക്ഷമത കുറഞ്ഞ ഒരു സമൂഹം യഥാർത്ഥത്തിൽ വലിയ അപകടമാണ്. അതിൻ്റെ നിലനിൽപ്പ് തന്നെ സ്വാഭാവികമായിട്ടും അപകടത്തിലാകും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട്. ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് നമ്മുടെ തലമുറകൾ ഉണ്ടാവേണ്ടത്, നമ്മുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. അങ്ങനെ അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ പ്രധാന 2 രാഷ്ട്രീയ കക്ഷികളായതുകൊണ്ടാണ് 2 പേരും ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. അങ്ങനെയല്ല, കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത് തലമുറകളെ യഥാർത്ഥത്തിൽ രക്ഷിച്ചെടുക്കാനുള്ള ഒരു പോരാട്ടമായി തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ എല്ലാ ഘട്ടത്തിലും. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അടി നടന്ന സമയത്ത് അവിടെ ഉത്തരവാദിത്തം നോക്കൂ, നമ്മുടെ ഒരു ജംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രതിനിധികളുടെ, അവിടെ ചുമട്ടുതൊഴിലാളികളില്ലേ, അവിടെ അല്ലാതെ നടന്നു പോകുന്ന ആൾക്കാരിലൊക്കെ എത്ര പേർ തന്നെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിൽ അംഗങ്ങളും സജീവമായി പ്രവർത്തിക്കുന്നവരുമാവും. അവർക്കൊന്നും ഇടപെടാൻ പറ്റാത്ത രീതിയിലേക്ക്, ഇടപെടാൻ തോന്നാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് സംഘർഷങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കെന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുന്നുവെന്നും നമ്മുടെ ഈ പോക്ക് അപകടത്തിലേക്കാണ് എന്നും പറയേണ്ടി വരും. ഇനി ഇതിൻ്റെ കാരണങ്ങളിലേക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ കുട്ടികളെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 18-19 വയസ്സുള്ളവരൊക്കെ കുട്ടികളാണെന്ന് ചോദിക്കേണ്ടി വരും. നമ്മൾ ജൈവശാസ്ത്രമായി പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഈ പക്വത അത് 18 ആണെന്ന് നമ്മൾ പണ്ടേ ധരിച്ചു വെച്ചിരിക്കുകയാണ്. പിടിയിലായ കുട്ടികളെല്ലാവരും അല്ല, നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിലെ ന്യൂറോ സയൻസ് പ്രകാരം അതെ 21 വയസ്സേ ഉള്ളൂ എന്നുള്ളതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഈ 21 വയസ്സുള്ള കുട്ടികളിൽ നിന്നാണ് ഭാവിയിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മാധ്യമപ്രവർത്തകരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ചുമട്ടുതൊഴിലാളികളും നമ്മുടെ മാധ്യമപ്രവർത്തകരും എല്ലാവരും വരേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള തലമുറയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ജൈവശാസ്ത്രപരമായി പറഞ്ഞാൽ തലച്ചോറിൻ്റെ ഈ മുൻഭാഗത്തിൻ്റെ വളർച്ചയും വികാസവുമാണ് നാം മെച്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 23 വയസ്സിലെ പൂർത്തിയാകും. 23 മുതൽ 25 വരെ എന്നാണ് ജൈവശാസ്ത്രപരമായുള്ള പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് കുട്ടികളിലുണ്ടാകുന്ന സ്വഭാവ പ്രശ്നങ്ങൾ കുട്ടികളെ നാം അറിയുന്നുണ്ടോ എന്നുള്ളത്, കുട്ടികളുടെ ഒറ്റപ്പെടലുകൾ നാം അറിയുന്നുണ്ടോ എന്നുള്ളത്, കുട്ടികളിലേക്ക് എങ്ങനെ ഈ ശൃംഖല എത്തുന്നു എന്നുള്ളതും ഒക്കെ പരിശോധിച്ച് അവരുടെ മാനസികമായ പ്രശ്നങ്ങൾ അറിയാനും അവരെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള സംവിധാനങ്ങൾ കുടുംബങ്ങളിലാണ് ആദ്യം ഉണ്ടാവേണ്ടത്. നമ്മുടെ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ, ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, നമ്മളിപ്പോൾ പൊതുവേ ചർച്ചയിൽ പറയുന്നത് എന്താ, കുട്ടി പുറത്തു പോകുന്നു, കുട്ടി ലഹരിക്ക് ഇടവയാകുന്നു, പോലീസ് നിയന്ത്രിക്കേണ്ടതുണ്ട്, എക്സൈസ് നിയന്ത്രിക്കേണ്ടതുണ്ട്, ആരോഗ്യവകുപ്പ് നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിനപ്പുറം എൻ്റെ വീട്ടിലുള്ള 2 കുട്ടികളെ എനിക്ക് നോക്കാൻ സാധിച്ചാൽ
മാത്രമല്ലേ സമൂഹത്തിന് അതിൽ ഉത്തരവാദിത്തം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കാത്തത് എന്താ? ഉദാഹരണമായി ഒരു ക്ലാസ്സിൽ 50-60 കുട്ടികളുണ്ടാവും. ഞാൻ സ്കൂളിലെ കാര്യമാണ് പറഞ്ഞത്, ക്യാമ്പസുകളിലൊക്കെ അതിൽ കൂടുതലുണ്ടാവും. ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിലുള്ള 50-60 കുട്ടികളെ അധ്യാപകനെയോ അധ്യാപികയോ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും തൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണോ ഒരു രക്ഷകർത്താവ് വിചാരിക്കേണ്ടത്? യഥാർത്ഥത്തിൽ സ്വന്തം കുഞ്ഞിനെ യഥാർത്ഥത്തിൽ അറിയാനും അവനിലേക്ക് അടുക്കാനും പ്രാഥമികമായി ശ്രമിക്കേണ്ടത് രക്ഷകർത്താക്കളാണ്. അതിന് സമൂഹവും മറ്റ് സംവിധാനങ്ങളും ഈ രക്ഷകർത്താക്കളുടെ കൂടെ നിൽക്കുക. അതിൽ തീർച്ചയായിട്ടും അധ്യാപകർക്ക് ഒരു വലിയൊരു പങ്കുണ്ട്. ഞാൻ അധ്യാപകർക്ക് പങ്കില്ല എന്നൊന്നും പറയുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനമാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. അതെ, അതിലെല്ലാം തീർച്ചയായും നമ്മളെല്ലാവരും സമൂഹത്തിന്റെ ഒറ്റക്കെട്ടായുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഇതിന് വേണ്ടത് എന്നുള്ളതിൽ തർക്കമില്ല. യദുകൃഷ്ണൻ, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. കൂടാതെ ഇപ്പോൾ താങ്കളുടെ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഒരു യാത്ര നടക്കുന്നുണ്ട്, ക്യാമ്പസ് ജാഗരൺ യാത്ര എന്നാണ് അതിൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ നല്ല കാര്യമാണ്, ഇത്തരം ബോധവൽക്കരണമൊക്കെ. പക്ഷേ ഈ ക്യാമ്പസിലും ഈ ബോധവൽക്കരണത്തിനൊന്നും കുറവുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത്തരം പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ ക്ലാസ്സുകളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മറുവശത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ന് പുറത്തു വന്ന വാർത്ത എന്താണ്? ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 3ാം വർഷ വിദ്യാർത്ഥി ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടയാൾ. അയാൾക്ക് വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പിടിയിലായ ആഷിഖും ഷാലിക്കും മൊഴി നൽകിയിരിക്കുകയാണ്. ഈ ഷാലിക്കിൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. KSUവിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട്, അംഗത്വ വിതരണ ക്യാമ്പയിനിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്ന ചിത്രം പുറത്തു വരികയാണ്. അപ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ വിതരണക്കാരാണ്. ശ്രീ യദുകൃഷ്ണൻ, ഇതര സംസ്ഥാനക്കാരിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയതെന്ന് പറയുന്നു. ഇതിനു മുൻപും ഈ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നിർബാധം തുടരുകയാണ്. ഞാൻ വീണ്ടും അതിൻ്റെ രാഷ്ട്രീയം ചെയ്യുന്നത് ശരിയല്ല എന്ന അഭിപ്രായക്കാർ തന്നെയാണ്. പക്ഷേ ഇപ്പൊ നിങ്ങളുടെ നേതാക്കൾ തന്നെ ഇത് പറയുമ്പോൾ ഇതുകൂടി എടുത്ത് പറയാതെ പറ്റില്ലല്ലോ. അതെ, ഇതുകൂടി എടുത്ത് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ഭാഗത്ത് യാത്ര നടത്തുകയും മറുഭാഗത്ത് ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി തുടർന്നു പോവുകയും ചെയ്യുകയാണ്. ചില രാഷ്ട്രീയം പുറമെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരണം. കാര്യം, നിങ്ങൾ ക്യാമ്പസ് ജാഗരൺ യാത്രയെ പറ്റി പ്രതിപാദിക്കുകയുണ്ടായി. നിരവധി ഇത്തരത്തിലേക്കുള്ള ക്യാമ്പയിനുകൾ മുൻകാലങ്ങളിൽ എക്സൈസിന്റെ ഭാഗത്തു നിന്നും കോളേജിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടന ഈ ഇത്തരത്തിലേക്കുള്ള സമരവുമായി അവരുടെ സഹപ്രവർത്തകർ, സഹയാത്രികർ ഇത്തരത്തിലേക്കുള്ള ഒരു സന്ദേശവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് വലിയ സ്വീകാര്യത ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ പോലീസൊക്കെ സടകുടഞ്ഞ് എഴുന്നേറ്റതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലേക്കുള്ള ലഹരി വേട്ടകളൊക്കെ നമ്മുടെ കേരളത്തിൽ കാണുവാനിടയായത്. ഇപ്പോൾ KSUവിനെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിലേക്ക് ഇവിടെ SFIയുടെ വെള്ളരിപ്രാവായി ചമഞ്ഞു നിൽക്കുന്ന ആളുകളിവിടെ പറയുകയുണ്ടായി. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ KSUവിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഏത് KSU പ്രവർത്തകൻ ഈ വിഷയത്തിൽ, KSU പ്രവർത്തകനായാലും നേതാവായാലും ഇത്തരം ലഹരി മാഫിയ പ്രവർത്തനങ്ങൾ പ്രതിയായിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരുവിധ പിന്തുണയും KSU നൽകുകയില്ല. അവനെ വിളിച്ചുകൊണ്ട് വന്നിർത്തി പത്രസമ്മേളനം നടത്തുകയില്ല. അവന്റെ തീവ്രത അളക്കാൻ പോകുകയില്ല. അവന്റെ ജാഗ്രതക്കുറവ് അളക്കാൻ ശ്രമിക്കുകയില്ല. അപരാജിന് എന്ത് ജാഗ്രതക്കുറവാണ് ഉണ്ടായെന്നാണ് ഇവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്? ഒളിച്ചോടുന്നതിലുള്ള ജാഗ്രതക്കുറവോ അതോ കഞ്ചാവ് ഒളിപ്പിക്കാൻ സാധിക്കാത്തതിലുള്ള ജാഗ്രതക്കുറവോ? എന്ത് തരത്തിലുള്ള ജാഗ്രതക്കുറവ് ഉണ്ടായെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ പറയട്ടെ, ഇവിടെ ആകാശ് എന്ന് പറയുന്ന ആള് KSUവിനെ യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ നേരിട്ട് സ്റ്റേഷനിൽ പോയി തിരക്കിയതാണ്, KSU പ്രവർത്തകരോട് തിരക്കിയതാണ്. ആകാശ് എന്ന് പറയുന്ന ഒരാൾക്ക് KSUമായി യാതൊരു ബന്ധവുമില്ല. ഇന്നലെ ആദിലും അനന്തുവിനെ പറ്റി പറയുന്നു. ആദിൽ മുൻകാലങ്ങളിൽ അവിടെ കോളേജിൽ മത്സരിച്ചതാണെന്ന് പറയുന്നു. ആദിലും അനന്തുവും ഈ കേസിൽ പ്രതിയല്ല. ആ FIR പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ സർക്കാരല്ലേ ആകാശിനൊപ്പം ആ മുറിയിലുണ്ടായ 2 പേരല്ലേ ആദിലും അനന്തുവും? പറയട്ടെ, അവരുണ്ടെങ്കിൽ ഞങ്ങൾ ന്യായീകരിക്കില്ല. അവരുണ്ടെങ്കിൽ ഉറപ്പായും പ്രതി മാത്രമല്ല ഇന്നലെ ചാനലിലൂടെ ഈ പറയുന്ന ആദിൽ പറഞ്ഞത് താങ്കൾ കേട്ടോ? ആദിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ആദിൽ കഴിഞ്ഞ തവണ മത്സരിച്ചയാളാണ്. അല്ല, ഞാനൊന്ന് പറയട്ടെ, ആദിൽ മത്സരിച്ചയാളാണ്, KSUവിന്റെ യൂണിയൻ അതിൽ മത്സരിച്ചയാളാണ്. ആദിൽ പറഞ്ഞു ഞങ്ങൾക്കൊപ്പം ഉണ്ടായിട്ടുള്ള ആളാണ് ആകാശ് എന്ന് ആദിൽ പറഞ്ഞു. അത് ചാനൽ നമ്മുടെ ലൈബ്രറിയിൽ കിടപ്പുണ്ട്. ഇന്നലെ ലൈവായി നമ്മളത് കേൾപ്പിച്ചിരുന്നു. ഞാനിവിടെ ആദിലിനെ ന്യായീകരിക്കാൻ അങ്ങനെ ആദിലും അനന്തുവും വിഷയത്തിൽ ഇടപെട്ടുണ്ടെങ്കിൽ അനന്തു യൂണിറ്റ് അംഗമാണ് KSUവിന്റെ. ആദിലിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അദ്ദേഹം മത്സരിച്ചിട്ടുള്ളയാളാണ്. ആകാശ് ആകട്ടെ ഞങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചയാളാണ് എന്ന് ഇവർ തന്നെ പറയുകയാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ തള്ളിക്കളയുകയാണ്. നിങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഷാലിക്കിന്റെ കാര്യം, ഷാലിക്കിന് എന്തെങ്കിലും ബന്ധമുണ്ടോ KSUവുമായി?
ഞാൻ കൃത്യമായി പറയാം. എനിക്ക് പറയാനുള്ള അവസരം തരാം. ഇടയ്ക്ക് ഇടപെടുമ്പോഴാണ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഈ പറയുന്ന അനന്തവും ആദിലിനും ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ബന്ധമുണ്ടെന്ന് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായും ഞങ്ങൾ കേസിൽ നിന്നും പുറത്താക്കും. ആകാശിന് ഒരു തരത്തിലുള്ള പ്രാഥമിക അംഗത്വം ഇല്ലാത്ത ഒരാളെ ഞങ്ങൾ എങ്ങനെ പുറത്താക്കാനാണ്? മറ്റ് റിസ്വാന്റെ കാര്യം പറഞ്ഞു, ഇവിടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തു. അന്നേ ദിവസം വൈകിട്ട് തന്നെ KSUവിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി മാറ്റി നിർത്തി. ഞങ്ങളൊരു പത്രസമ്മേളനത്തിലും വന്നിരുന്ന് ന്യായീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ അഭിരാജ് എന്ന് പറയുന്ന യൂണിയൻ ജനറൽ സെക്രട്ടറിക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുവാൻ നിങ്ങൾ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? ഈ ശാലിക KSU പ്രവർത്തകർ 2023 കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി പോയവരാണ്. അതിനുശേഷം അതിനു മുമ്പുള്ള ചിത്രങ്ങളാണ് നിങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇപ്പോ KSUമായി യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ KSUക്കാര് SFIക്കാരുടെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ, SFIക്കാരെ മുൻകൂട്ടി പ്രതികളായിട്ടുണ്ടോ എന്നിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ KSU SFI നേതാവ് ഇവിടെ വെല്ലുവിളിച്ചല്ലോ. ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് മുണ്ടിട്ട് പോകേണ്ടി വരും. എന്റെ പരിസര പ്രദേശമായ കൊട്ടാരക്കരയിൽ നിന്നുണ്ടായ സംഭവം SFI ഏരിയ വൈസ് പ്രസിഡന്റിന് ഇപ്പോൾ എക്സൈസിന്റെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടാണ് എന്റെ കയ്യിലുള്ളത്. SFIയുടെ ഏരിയ വൈസ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിച്ച കേസിൽ ഈ അടുത്ത സമയത്ത് നടന്നാണ്. കഞ്ചാവ് പിടിച്ച കേസിൽ അകപ്പെട്ട് പുറത്തിറങ്ങിയിട്ട് എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു? കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന വിഷയത്തിൽ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത്? അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ SFIയുടെ ആളുകൾക്ക് ഇത്തരം പ്രവണതകളുമായി മുമ്പോട്ട് വരുമ്പോൾ ഒരു തരത്തിലുള്ള പുറത്താക്കുന്ന നടപടികളില്ലാതെ അവരെ ചേർത്ത് വെച്ചുകൊണ്ടാണ് മുമ്പോട്ട് വന്നത്. ഞാൻ മറ്റൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ കൂടി ഞാൻ കാണിക്കാൻ തയ്യാറായാണ്. നിങ്ങളൊരു KSUവിന്റെ എന്നോ പ്രവർത്തിച്ച ഒരു സാധാരണ പ്രവർത്തകന്റെ പേരിൽ KSU പ്രതിയാക്കപ്പെടുമ്പോൾ ഇത് ഇതാണ്ട് ഇദ്ദേഹം അഡ്വക്കേറ്റ് ആനന്ദ് AP ഇവിടുത്തെ പേരൂർക്കട SFIയുടെ ഏരിയ സെക്രട്ടറിയാണ്. SFIയുടെ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പരസ്യമായി കഞ്ചാവ് വലിക്കുന്ന വീഡിയോ ഞാനിപ്പോ എക്സ്ക്ലൂസീവായി 24 മാത്രം തിരികെയാണ്. അതാണ്ട് SFIയുടെ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആനന്ദ് KP കഴിഞ്ഞ ദിവസങ്ങളിൽ കഞ്ചാവ് വലിക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾ എന്ത് നടപടി സ്വീകരിക്കും? കേരളത്തിലെ ഹോസ്റ്റൽ മുറികൾ നിങ്ങൾ അടക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇടിമുറികളാണ്. നിങ്ങൾ സിദ്ധാർത്ഥിന്റെ കഥ ഇവിടെ ആരും മറന്നിട്ടില്ല. കോട്ടയത്തുണ്ടായ അവസ്ഥ കേരളത്തിൽ ആരും മറന്നിട്ടില്ല. നിങ്ങൾ അങ്ങ് സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാകരുത്. നിങ്ങൾ അങ്ങ് ഇവിടെ മനുഷ്യത്വത്തിന്റെ സമാന്തരമായ ആളുകളായി നിങ്ങൾ നടക്കരുതേ. നിങ്ങളാണ് കേരളത്തിലെ കലാകാരനെ നശിപ്പിച്ചിട്ടുള്ള വസ്തുതയാണ്. പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയം പറയാതെ ഇപ്പൊ സംഘടനകളെ ഒറ്റുകൊടുക്കാതെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രതിരോധം നടത്തണമെന്ന് പറയുമ്പോൾ നിങ്ങളാണ് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത്. ഇത് ഞാൻ കാണിക്കാം. എന്താണ്ട് SFIയുടെ ഏരിയ സെക്രട്ടറി, ഈ നിലവിലെ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ആനന്ദ് AP, ഞാനിപ്പോ 24 വീഡിയോ അയച്ചു തരാം. നിലവിലെ ജില്ലാ കമ്മിറ്റി അംഗം ഇവിടെ കഞ്ചാവ് വലിക്കുന്ന ബോംഗ് വലിക്കുന്ന വീഡിയോ ആണ്. ഇവിടെ എന്താ കഞ്ചാവ് വലിക്കുന്ന വീഡിയോ ആണ്, കൊക്ക വലിക്കുന്ന വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾ എന്ത് നടപടി സ്വീകരിക്കും? നിങ്ങൾ ഒരു നടപടി സ്വീകരിക്കില്ല. നാളെ ഇത് AI ക്യാമറ, AI സാങ്കേതിക വിദ്യയിലൂടെ വന്നതാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ മാത്രമേ കഴിയൂ. PM മാഷോ ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണുന്നുണ്ടല്ലോ. ഇവിടെ അഫ്സലൊക്കെ SFIയുടെ പ്രാതിനിധ്യം കഴിഞ്ഞ് വരുമ്പോഴും വീണ്ടും SFIയിൽ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന് KSUവിനെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവണതകളൊന്നും നിങ്ങൾ മറന്നുപോകരുത്. കേരളത്തിലെ കലാലയങ്ങളിൽ ഇവിടെ SFIയുടെ ജില്ലാ ഭാരവാഹി, തിരുവനന്തപുരം ജില്ലാ ഭാരവാഹി വെള്ളമടിച്ച് വീഡിയോ പുറത്തു വന്നപ്പോൾ നിങ്ങൾ എന്താണ് സ്വീകരിച്ചത്? അപ്പോ നിങ്ങൾ ആലോചിക്കണം. ഞാൻ പേരെടുത്ത് പറയുന്നുണ്ടല്ലോ. ഞാൻ SFIയുടെ പേരൂർക്കട ഏരിയ സെക്രട്ടറി, ഞാനിപ്പോ 24 വീഡിയോ കൊടുക്കുകയാണ്. SFIയുടെ പേരൂർക്കട ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗവും പരസ്യമായിരുന്ന കഞ്ചാവ് വലിക്കുകയാണ്. ഇതുപോലെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ കളമശ്ശേരിയിലേക്ക് വന്നാൽ SFI ഭരിക്കുന്ന ഒരു കോളേജ്, SFI ആളുകൾക്ക് പ്രാധാന്യമുള്ള ഒരു ഹോസ്റ്റല്, നിങ്ങൾ അവിടെ ഇത്രയും നാളുകളായി KSU പ്രവർത്തനം നടത്തുകയായിരുന്നു. നിങ്ങൾ എന്ത് പണിയായിരുന്നു അവിടെ ചെയ്യുന്നത്? നിങ്ങൾ ഇതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ തയ്യാറാവുകയില്ലായിരുന്നു. നിങ്ങളൊക്കെ ഇതിന് നേതൃത്വം കൊടുത്ത് ഇതിനെ ചുവട് പിടിച്ചിട്ട് ഇപ്പൊ ഈ അഭിരാജിന്റെ മുറിക്കുള്ളിലെ ഫോട്ടോകൾ അവിടുത്തെ CI ഞങ്ങൾ കണ്ടതാണ്, മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടതാണ്. ചെഗുവേരയുടെ പടം ആലേഖനം ചെയ്യുന്ന പടം. എന്താണ് ചെഗുവേര? ബൊളീവിയൻ കാടുകളിൽ പോച്ചയടിച്ച് കിടക്കുന്ന നേതാവിനെ കേരളത്തിലെ ഫ്ലെക്സുകളിൽ, കൊടികളിൽ മുറിയിലെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ആ മുറിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് താങ്കളും കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിൽ ഈ ജാഗ്രതക്കുറവ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനെ നമ്മൾ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ജാഗ്രതക്കുറവ് ഇതിൽ ജില്ലാ നേതൃത്വം പറയുന്നത് അങ്ങനെയൊന്നും ഉപയോഗിക്കുന്ന ആളെ അല്ല എന്ന് ആദ്യം പലതവണ വന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അതിനുശേഷമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ മുറിയിലിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഈ ജാഗ്രതക്കുറവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതിൽ പെരുമാറ്റത്തിനൊരു ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ അഫ്സൽ? തീർച്ചയായും അല്ല. ഈ അഭിരാജ് എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞാണ്
ഏത് ടെസ്റ്റിനും ഞാൻ തയ്യാറാണ് എന്ന്. അതിൽ SFI കാണുന്ന കാര്യം അദ്ദേഹം കഞ്ചാവ് വലിച്ചോ ഇല്ലയോ SFIയുടെ വിഷയമല്ല. കഞ്ചാവ് വലിക്കുന്നതിന് അദ്ദേഹം നിർബന്ധമായും കൂട്ടുനിന്നിട്ടുണ്ട്, ഇനി വലിച്ചാലും ഇല്ലെങ്കിലും. അത് വലിയ തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ റൂമിൽ 90 ഗ്രാമെങ്കിലും 90 ഗ്രാം കഞ്ചാവ് വന്നത് അയാൾ അറിഞ്ഞിരിക്കും. അയാളത് ബന്ധപ്പെട്ട ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് ബന്ധപ്പെട്ട അധികൃതരോട് റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥനായിരുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ മുറിയിൽ ഇരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെ എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടല്ലോ. അത് കഞ്ചാവ് പൊതികളുണ്ട്, അത് മാത്രമല്ല മദ്യക്കുപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സ്ഥിരമായിട്ട് അവിടെ ഉള്ള സാധനങ്ങളാണ് അഫ്സൽ. ഇപ്പൊ ഞാൻ താമസിക്കുന്ന മുറിയിൽ ഇന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരാൾ, ഇതിനെയൊക്കെ എതിർക്കുന്ന ഒരാളാണ് ഞാനെന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഇത് വകവെച്ച് കൊടുക്കുവോ? അഫ്സലാണെങ്കിൽ വകവെച്ച് കൊടുക്കുവോ? ഒരിക്കലും കൊടുക്കില്ല. ഒരു SFIക്കാരൻ ഒരു കാരണവശാലും വളരെ കൃത്യമായി അത് അല്ല നമുക്ക് ബോധ്യമില്ല. നമ്മളെല്ലാം ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. VD സതീശനെയോ ചെന്നിത്തലയോ പോലെയല്ല. ഇതൊന്നും സുപ്രഭാതത്തിൽ വരുന്നതല്ല എന്ന് വ്യക്തമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കണം, അദ്ദേഹം ഉപയോഗിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ SFIയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ KSU പ്രവർത്തനം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം, അദ്ദേഹത്തിൻ്റെ ക്യാമ്പസ് ജാഗരണ യാത്രയെക്കുറിച്ച് മോശമായി പറയാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം എത്ര പ്രകോപിപ്പിച്ചാലും ഞാനതിനെ മോശമായി ചിത്രീകരിക്കില്ല. കാരണം KSU എടുക്കേണ്ട ക്യാമ്പയിനിങ്ങാണ് ആ സംഘടനക്കകത്ത് തന്നെയെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ KSUവിൻ്റെ സംസ്ഥാന ക്യാമ്പ് നടന്നപ്പോൾ എന്താ നമ്മുടെ അനുഭവം? പ്രിയപ്പെട്ട നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. KSUവിൻ്റെ സംസ്ഥാന ക്യാമ്പ് നടന്നപ്പോൾ അനുഭവം എന്താണ്? അവിടെ ആരാ തമ്മിൽ തല്ലിയത്? അവിടെ വാറ്റ് കൊണ്ടുവന്ന്, ജീപ്പിൽ വാറ്റ് കൊണ്ടുവന്ന് കള്ള് കുടിച്ചിട്ട് വാറ്റ് കുടിച്ച് പരസ്പരം തമ്മിൽ തല്ലിയതാണെന്ന് ഈ കേരളത്തിലെ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് ഈ യദുകൃഷ്ണനെ പോലെയുള്ള KSUയുടെ മുൻ സംസ്ഥാന നേതാവല്ലേ? അദ്ദേഹത്തെ പുറത്താക്കിയതല്ലേ അത് പറഞ്ഞപ്പോൾ? ഇതുപോലെ ഈ കാര്യം എന്താ ഇപ്പോഴും ഒളിച്ചു നടക്കില്ല? ആദിലല്ലേ പറയുന്നത്? ഇവരുടെ KSU നേതാവായ ആദിലല്ലേ KSU നേതാവായ ആദിലല്ലേ പറയുന്നത് ആകാശ് KSUവിൻ്റെ പ്രവർത്തനാണെന്നുള്ളത്? ഞങ്ങളാണോ പറഞ്ഞത്? SFIക്കാരാണോ പറഞ്ഞത്? ആദിലല്ലേ മീഡിയ കാർഡ്? അതിന് വിശ്വം നിങ്ങൾ ലൈബ്രറിയിൽ എടുത്ത് കാണിച്ചു കൊടുക്ക്. അതെ കേൾപ്പിച്ച അതെ ഞാൻ അതെ അതെ അത് ആദിൽ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് അവസരത്തിൽ പറയാം. ഞങ്ങൾ നിൽക്കുന്നില്ല. ഇപ്പൊ ഇത് ഞങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല ഇവരുമായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിങ്ങൾ നടപടി എടുക്കുന്നത് പറയുന്നത്? എന്താ അർത്ഥമാണുള്ളത്? അവരെ ഒന്നും സംരക്ഷിക്കാൻ ഞങ്ങളില്ല. അതാണ് ഇത് കാണുന്ന കേരളീയ സമൂഹം വിഡ്ഢികളാണെന്നാണ് KSU കരുതുന്നത്. ഒരൊറ്റ കാര്യം, എന്റെ അവസരം ഞങ്ങൾ എന്തിനു പുറത്താക്കണം? ഏതെങ്കിലും അംഗത്വത്തിൽ അദ്ദേഹം ഉണ്ട് എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായും ആ നിമിഷത്തിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ തയ്യാറാണ്. ഇന്ന് തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ വേണമെങ്കിൽ അന്വേഷണം വെച്ചുകൊണ്ട് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ 100% ഷാലിക്കുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നു, ആകാശമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്നു, ആദിൽ മത്സരിച്ചയാളാണ്, യൂണിറ്റ് കമ്മിറ്റി അംഗമാണ് അനന്തു, ഇതൊക്കെ ആയിട്ടൊന്നും നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞ് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? യൂണിറ്റ് ഭാരവാഹിയാണ്. നിലവിൽ ബന്ധമില്ലെന്നാണ് പറഞ്ഞത്. 2023 KSUവിന്റെ യൂണിറ്റ് ഭാരവാഹിയായിരുന്നു അദ്ദേഹം. ആ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി. അതിനുശേഷം ഇന്ന് വരെ KSUവിന്റെ ഒരു തരത്തിലുള്ള പരിപാടിയിലും പങ്കെടുക്കാതെ ഞങ്ങളോട് ഒരു ബന്ധവുമില്ലാതെ പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം പിടിച്ച ദിവസം ഇന്ന് രാവിലെ തന്നെ KSUവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധത്തിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ തെള്ളിപ്പറയുകയാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും മറ്റു വലിയ ശൃംഖലകളോട് ബന്ധമുണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനുമുള്ള മുഴുവൻ ശൃംഖലകളെയും കയ്യാമം വെക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, ഞങ്ങൾ ന്യായീകരിക്കാൻ വരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇവര് ന്യായീകരിക്കുന്ന ആകാശമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നു. ആദിലും അനന്തവുമോ? അവർ മത്സരിച്ച ആളുകളാണ്. അതിൽ അനന്തു യൂണിറ്റ് കമ്മിറ്റി അംഗമാണ്. ആദിൽ മത്സരിച്ചയാളാണ്. ഈ ആകാശം ആദിലും അനന്തവും ഒരു മുറിയിൽ ഉണ്ടായിരുന്നവരാണ്. ഏറ്റവും കൂടുതൽ കഞ്ചാവ് പിടികൂടിയത് ഇവരുടെ മുറിയിൽ നിന്നാണ്. അപ്പോ അവരെയും നിങ്ങൾ ഇപ്പോ ഒരു ബന്ധവുമില്ല എന്ന് പറയുകയാണ്. മുഖ്യമന്ത്രിയും VD സതീശനും രമേശ് ചെന്നിത്തലയും അല്ല, ഇവിടെ പിണറായി വിജയനും ഇവിടെ എക്സൈസ് മന്ത്രിയും ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ പ്രതിയാണ് എന്നുണ്ടെങ്കിൽ പോലീസാണല്ലോ പിണറായി വിജയൻ. നിങ്ങൾ സംഘടനാപരമായി എന്താണ് സ്വീകരിക്കുന്ന നടപടികൾ എന്നുള്ളതാണ്. ഒരു പ്രതികരണം പോലും അവർക്കെതിരെ നടത്താൻ നിങ്ങൾ തയ്യാറാകുന്നില്ലല്ലോ. എന്റെ അവസരം ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് ഒരുമിച്ച് മറുപടി പറയാം. ജാഥയുടെ വൈസ് ക്യാപ്റ്റനാണ് ഞാൻ. ഔദ്യോഗികമായി പറയുന്നു, അങ്ങനെ കേസിൽ ബന്ധം ഉള്ള ആളാണ് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടാൽ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയല്ല,
കേരളത്തിലെ KSU ഒരു കാര്യത്തിൽ ഒരു കാലഘട്ടത്തിലും പ്രവർത്തിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഞങ്ങൾക്ക് പുറത്താക്കിയിരിക്കും. അതിനകത്ത് യാതൊരു തർക്കമില്ല. ഇത് നിലപാടുള്ള സംഘടനയാണ് ഇത് പറയുന്നത്. അത് ഉറപ്പായും ചെയ്തിരിക്കും. അഫ്സൽ ഒരിക്കലും സംരക്ഷിക്കുകയില്ല. നമുക്ക് സംരക്ഷിക്കാൻ ഞങ്ങൾ ഫ്രീ ഹാൻഡാണല്ലോ. ഞങ്ങൾ ജാഥ നടത്തിയപ്പോൾ നമുക്കറിയാം കലാലയങ്ങളിലേക്ക് വരുമ്പോൾ ഇത്തരം വിഷയങ്ങളിലേക്ക് വരുമ്പോൾ KSUക്കാരും SFIക്കാരും എല്ലാം ഇതിലുണ്ടാകും. ഞങ്ങളത് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്തുകൊണ്ട് SFI ചെയ്യാൻ തയ്യാറാവുന്നില്ല? കാര്യം അവരിത് ഞങ്ങളാകുമെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജാഥ നടത്തുന്നത്. നമ്മൾ ഒന്നിച്ചൊറ്റക്കെട്ട യജ്ഞം നടത്തിയുള്ളൂ. അപ്പൊ ഈ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ രാഷ്ട്രീയമല്ലാതെ ഞാൻ വളരെ സ്വാഗത അർഹമായി സംസാരിച്ചപ്പോൾ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രം രാഷ്ട്രീയം എന്ന് പറഞ്ഞ രാഷ്ട്രീയം ഇവിടെ ആദ്യം പറഞ്ഞതാരാ? ഇവിടെ ഈ ഒരു വിഷയം വന്ന ഉടനെ തന്നെ ഞാൻ ഇന്നലെ കാണുമ്പോൾ രാവിലെ എണീറ്റ് വാർത്ത കാണുമ്പോൾ കാണുന്ന ആലോചിച്ച പ്രതികരണമാണ്. SFI കാലങ്ങളായി ഭരിക്കുന്ന ക്യാമ്പസാണ്, SFI ഉത്തരം വരണമെന്നാണ് ആലോചിച്ച പ്രതികരണം. ഞാൻ ഇനി അത് പറഞ്ഞ് വീണ്ടും ഇത് കാണുന്ന കേരളക്കാർക്ക് മനസ്സിലാവുമല്ലോ ആരാണ് എന്താണ് പറയുന്നത്. അവർ ചിന്തിക്കട്ടെ, അവരെടുക്കട്ടെ. ഒരൊറ്റ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ, മുറിയുടെ കാര്യം നിങ്ങൾ നോക്കൂ. ഒരു 2 കിലോഗ്രാം കഞ്ചാവ് കിട്ടിയ മുറിയിൽ താമസിക്കുന്ന ആളുകളെയാണ് ഇപ്പോഴും പ്രതിപട്ടികയിൽ ചേർക്കട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരൊറ്റ കാര്യം, ഇന്നലെ KSUവിൻ്റെ ഈ പറയുന്ന ജാഗരൺ ജാഥ എന്ന് പറയുന്ന ജാഥ എറണാകുളത്തെത്തിയപ്പോൾ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് പുറത്തു വന്നു. നിങ്ങൾ മാധ്യമങ്ങൾ അറിയാത്ത വിഷയമല്ല, മാധ്യമങ്ങൾ അത് ഇപ്പോഴും അവരോട് ചോദിക്കാത്തതാണ്. KSUവിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, അദ്ദേഹത്തെ അറിയാലോ. കഴിഞ്ഞ D-Zone കലോത്സവത്തിൽ SFI പ്രവർത്തകരെ മർദ്ദിച്ച് മൃതപ്രായരാക്കി കൊല്ലാൻ നോക്കിയവനാണ്. 30 ദിവസമാണ് ജയിലിൽ കിടന്നത്, 30 ദിവസത്തിലധികം ജയിലിൽ കിടന്നു. ഇപ്പോൾ റിമാൻഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ക്രിമിനലാണ് അദ്ദേഹം. ഇന്നലെ ക്യാമ്പസ് ജാഗരണ യാത്രക്ക് വന്ന് കൂടെ പോയത് ആരുടെ കൂടെ? മരട് അനീഷ് എന്ന് പറയുന്ന വാർത്ത കൊടുത്തതാണ്. വാർത്ത കൊടുത്തുള്ളൂ, 24 മാത്രമേ കൊടുത്തുള്ളൂ. 24 ആണ് വാർത്ത കൊടുത്തത്, 24 മാത്രമേ കൊടുത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോകുൽ ഗുരുവായൂർ മരട് അനീഷിന്റെ തോളത്ത് കൈയിട്ട് നിൽക്കുന്നു. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ്, KSUവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കഞ്ചാവ് കടത്തി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇത് നിങ്ങൾ KSU ഒന്ന് സ്വയം വിമർശനമായി പരിശോധിക്കേ. ഞാൻ പറഞ്ഞല്ലോ, ഈ സമൂഹത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അപകടങ്ങളുണ്ട്. ആ അപകടങ്ങൾ സമൂഹത്തിൻ്റെ പരിച്ഛേദമായ ക്യാമ്പസുകൾ ഉണ്ടാകും. ആ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന SIയിലും SFIയിലും KSUവിലും MSFിലും മറ്റനേകം വിദ്യാർത്ഥി സംഘങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഈ വിഷയത്തെ നമ്മളെങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു, ഈ വിഷയത്തെ നമ്മളെങ്ങനെ എടുക്കുന്നു, ഈ വിഷയത്തെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. ഇപ്പോൾ നോക്ക്, പട്ടാപ്പകൽ വന്നു നിന്ന് ഇതാ ഇരുട്ടാണ് എന്ന് പറയുകയല്ലേ യദുകൃഷ്ണൻ. KSUവുമായി ഒരു ബന്ധമില്ല. ഈ സംസാരിക്കുന്ന തെളിവുകൾ കയ്യിൽ കിട്ടിയിട്ട് കേരളക്കരെ ആകെ കണ്ടിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി വിളിച്ചറിയിച്ചിട്ട് അത് മാധ്യമങ്ങൾ അങ്ങനെ ആവേശത്തോട് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ അവർ പ്രക്ഷേപണം ചെയ്തിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതിങ്ങനെ പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാനല്ലേ പട്ടാപ്പകൽ വന്നിരുന്ന് കൂരാക്കൂരിരുട്ടാണ്, നിങ്ങളത് വിശ്വസിക്കണം എന്നല്ല KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉത്തരവാദിത്തപ്പെട്ട ജാഥ വൈസ് ക്യാപ്റ്റൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷമ കാണിക്കും, നിങ്ങൾക്ക് അവസരം തരും. നിങ്ങളുടെ അവസരത്തിൽ സംസാരിക്ക്. നിങ്ങൾ മറുപടി പറഞ്ഞു, എനിക്കിനിയും പറയാനുണ്ട്. നിങ്ങളുടെ അവസരത്തിൽ സംസാരിക്കുക. KSUവിന്റെ സംസ്ഥാന ക്യാമ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ച് സംസാരിക്കരുത്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് KSU ആണോ എന്ന് കേരളത്തിലെ മനുഷ്യർക്കറിയാം. ജനങ്ങൾക്കറിയാം, കേരളത്തിലെ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അറിയാം. അതുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ കൊടിക്കുറകിൽ അണിനിരക്കുന്നത്. KSUവിന്റെ സംസ്ഥാന ക്യാമ്പ് നടന്നല്ലോ. KSUവിന്റെ സംസ്ഥാന ക്യാമ്പിന്റെ ഭാഗമായിട്ട് വലിയ സംഘർഷം ഉണ്ടായി. അവിടെ ചോരക്കളിയായല്ലോ. വാറ്റ് കുടിച്ചിട്ട് വാറ്റ് കാന് കണക്കിന് ഇറക്കിയിട്ട് ഇവിടെ വാറ്റ് കുടിച്ച് തമ്മിൽ തല്ലുകയായിരുന്നു എന്ന് പറഞ്ഞത് KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലേ? ഒരു FIR രജിസ്റ്റർ ചെയ്തോ? ഒരു നടപടി എടുത്തോ? പ്രിയപ്പെട്ട അവതാരക, ചോദിക്കണം. അല്ല, നിങ്ങളൊന്ന് ചോദിക്കണം. അല്ല,
നിങ്ങളൊന്ന് ചോദിക്കണം. ഞാനിപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, പറഞ്ഞ എനിക്കറിയാനാണ് നിങ്ങളുടെ ഈ വട്ടിയൂർക്കാവ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നില്ല. വട്ടിയൂർക്കാവ് ഏരിയ സെക്രട്ടറി SFI ജില്ലാ കമ്മിറ്റി അംഗം കഞ്ചാവ് വലിക്കുന്ന വീഡിയോ ഞാൻ പുറത്തു വിട്ടിട്ട് നിങ്ങൾ എന്തിനാണ് അത് ഇഗ്നോർ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് അത് കാണാതെ മറുപടി പറയാതെ പോകുന്നത്? നിങ്ങൾ അതിലേക്ക് SFI ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം കഞ്ചാവ് വലിക്കുന്ന വീഡിയോ നിലവിലെ വീഡിയോ പുറത്തു വിട്ടിട്ട് ചോദ്യത്തിനുള്ള ഉത്തരം കൂടി പറഞ്ഞു. എനിക്ക് മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. യദുകൃഷ്ണൻ, ഇത് വളരെ ഗുരുതരമായ ആരോപണമാണ്. അതായത് അലോഷിയുടെ ജാഥ എറണാകുളത്ത് എത്തുമ്പോൾ അതിൽ സ്വീകരണം ഒരുക്കാൻ എത്തുന്നത് ആരാണ്? കുപ്രസിദ്ധ കൊട്ടേഷൻ ലഹരിക്കടത്ത് കുഴൽപ്പണ മാഫിയ തലവൻ മരട് അനീഷ്. ജാഥയ്ക്കൊപ്പം എറണാകുളത്തെത്തി KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിനും കൂട്ടറിനും മരട് അനീഷ് വിരുന്നൊരുക്കി. അതിന്റെയൊക്കെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് സന്ദേശമാണ് ഇത്? നമ്മൾ ഇന്നലെ നൽകിയ വാർത്തയാണ്. KSU പ്രവർത്തകർക്ക് KSUവിന്റെ ജാഗ്രൻ യാത്രയുടെ വൈസ് ക്യാപ്റ്റനാണ് ഞാൻ. അതിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ കൃത്യമായി നിയമ നടപടിയുമായി മുമ്പോട്ടും ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ജാഥയ്ക്ക് സ്വീകരണം നടത്തിയ തെളിയിച്ചാൽ സംസ്ഥാന കമ്മിറ്റി തന്നെ പിരിച്ചുവിടാൻ ഞങ്ങൾ തയ്യാറാണ്. സംസ്ഥാന കമ്മിറ്റി തന്നെ മുഴുവൻ രാജിവെക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മരട് അനീഷുമായി KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് എറണാകുളത്ത് വന്നപ്പോൾ അവിടെ സ്വീകരണം നൽകിയെന്നും ഞങ്ങൾക്ക് പാർട്ടി നൽകിയെന്നും പറഞ്ഞ തെളിവ് കേരളത്തിലെ പോലീസ് നിങ്ങളുടെയാണല്ലോ. നിങ്ങൾ തെളിയിച്ചാൽ സംസ്ഥാന കമ്മിറ്റി കൂട്ടരാജിക്ക് തയ്യാറാകാം. വെറുതെ കാർഡടച്ച് വെടിവെക്കാതെ ഓട്ടയടയ്ക്കാതെ നിങ്ങൾ എന്താണ് പറയുന്നത്? അങ്ങനെ ഈ മരണനീശമായിട്ടുള്ള ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞാൻ പറയട്ടെ, ഗോകുൽ ഗുരുവായൂരിന്റെ വിഷയത്തെ പറ്റിയുള്ള കൃത്യമായി പറയാം. ഗോകുൽ ഗുരുവായൂർ ഞങ്ങളുടെ പരിമിതമായ അറിവിൽ ഞങ്ങൾ മീഡിയയിലൂടെയാണ് ഫോട്ടോ കാണുന്നത്. ഗോകുൽ ഗുരുവായൂർ ഇപ്പോൾ ആശുപത്രിയിലാണ് ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട്. ഗോകുൽ ഗുരുവായൂർ ഇന്നലെ തൃശ്ശൂരോ എറണാകുളത്തോ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റൽ രേഖകൾ ഞങ്ങളുടെ 24 തരാൻ തയ്യാറാണ്. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായി എറണാകുളത്ത് കഴിഞ്ഞ 2 ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അദ്ദേഹത്തിന് സർജറിക്ക് അദ്ദേഹം വിധേയനാക്കപ്പെട്ടിരിക്കുകയാണ്. എത്തിയിട്ടില്ല 100%. അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള വാട്സ്ആപ്പ് സ്റ്റാറ്റസ് തൃശൂർ പോലും പങ്കെടുത്തില്ല. പിന്നെ എങ്ങനെയാണ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് തൃശൂർ പങ്കെടുത്തിട്ടില്ലെന്ന് നിങ്ങൾ അതിന്റെ ഫോട്ടോകൾ വീഡിയോകൾ നിങ്ങൾ പരിശോധിക്കുന്നു. ഇതാണ് ചിത്രം. ഇതാരൊക്കെയാണ്? ഇതാരാണ്? ഇത് ഈ സ്റ്റേറ്റസ് ഇട്ടിരിക്കുന്നത് ആരാണെന്ന് താങ്കൾക്ക് അറിയാമോ? ഗോകുൽ ഗുരുവായൂരിട്ട സ്റ്റേറ്റസ് ആണ്. ഇനി താങ്കൾ പറയൂ. പറയൂ. ഞാൻ വളരെ കൃത്യമായി പറയാം. ഗോകുൽ ഗുരുവായൂർ ഇത് പണ്ടെങ്ങോ എടുത്ത ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാൻ ഇടം കിട്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളായി ഞങ്ങൾക്ക് അദ്ദേഹവുമായി സംസാരിക്കാനുള്ള അവസരമില്ല. അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. ഞങ്ങൾക്ക് അദ്ദേഹം സംസാരിക്കാൻ ഇടയുണ്ടായില്ല. എന്താണ് വസ്തുത എന്ന് തിരക്കുവാൻ വേണ്ടി അവിടുത്തെ ജില്ലയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആദേശ് തുറമനെ KSU ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. താങ്കൾ തുടക്കത്തിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിരുന്നു, വളരെ വിവേകത്തോടെ താങ്കൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടോ എന്ന്. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പിന്നീട് താങ്കൾ സംസാരിച്ചു വരുമ്പോൾ നിരാശപ്പെടുത്തുകയാണ് ശ്രീ യദുകൃഷ്ണൻ. ഈ സംഭവവുമായി ബന്ധമുള്ള അല്ലെങ്കിൽ KSUവുമായി ബന്ധമുള്ള ആളുകളെ മുഴുവൻ താങ്കൾ ഇതൊന്നുമില്ല എന്ന് വെറുതെ പറഞ്ഞ് തള്ളി അവസാനം ഈ വിഷയം വന്നപ്പോൾ താങ്കൾ ഇങ്ങനെ കൂടി പറയുകയാണ്. അത് എന്നോ എടുത്ത പടം ഇപ്പൊ എടുത്തതാണ്, സ്റ്റേറ്റസ് ഇട്ടതാണ് എന്നൊക്കെ പറയുന്നത്. ഏതായാലും നമുക്ക് ഈ വിഷയത്തിൽ കുറച്ചുകൂടി ചർച്ചകളിലേക്ക് വരേണ്ടതുണ്ട്. ഈ സുഭാഷ് ബാബു, ഇപ്പോൾ ഈ NDPS ആക്ട് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ശക്തമായ വകുപ്പുകളൊക്കെ ഉള്ളതാണ്. പക്ഷേ അപ്പോഴും ഈ അളവ് എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പഴുതായി ഇവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ അളവ് വെച്ചുകൊണ്ട് ഇന്നലെ തന്നെ നമ്മൾ കണ്ടത് എന്താണ്? 1 കിലോയിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിലൊരു അത് ദുരുപയോഗം ചെയ്യാനുള്ള ഒരു സാധ്യത ഈ അളവിൻ്റെ കാര്യത്തിൽ അങ്ങനെ അത് ഉള്ളത്, അത് മാറ്റപ്പെടേണ്ട ഒന്നല്ലേ? ആദ്യം ഇത് കഞ്ചാവിൻ്റെ അളവ് ഇത്രയും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഓർമ്മയിൽ 95-ന് ശേഷമാണെന്ന് തോന്നുന്നുണ്ട് അത് 1 കിലോയിലേക്ക് വർദ്ധിപ്പിച്ചു. 1 കിലോ വരെ 1 ഗ്രാം കുറവാണെങ്കിൽ അത് പിന്നെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ വരും. അതേപോലെ തന്നെ ഇപ്പോൾ NDMA ഒക്കെ 4.5 ഗ്രാമൊക്കെ മതി. അതുപോലെ തന്നെ LSD ആയാലും ശരി, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചെറിയ അളവിൽ മതി. ഇത് ഒരു നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇത്രയും, അത് വലിയ മാരകമല്ലാത്ത സാധനം ആയതുകൊണ്ടായിരിക്കും ഇത്രയും കൂടുതൽ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നത് ഈ കഞ്ചാവിനകത്ത് വേറെന്തൊക്കെയോ ഇവിടെ ചേർത്തിട്ടാണ് ഇപ്പോൾ കഞ്ചാവ് വരുന്നതെന്നാണ് ഇപ്പോൾ കഞ്ചാവ് വലിക്കുന്ന ആളുകൾ. പഴയ ആ സുഖമൊന്നും കിട്ടുന്നില്ലതാണ് നമ്മൾ ചോദിച്ചാൽ. കഞ്ചാവ് വലിക്കുന്ന പണ്ട ആളുകളോട് നമ്മൾ ചോദിക്കണോ ഇപ്പം നിങ്ങളിത് ഉപയോഗിക്കണോ, ഇപ്പം എങ്ങനെ അതിനകത്തൊരു നിറവ്യത്യാസം കാണുന്നില്ല, ഈ ഇപ്പോൾ വേറെന്തൊക്കെ വെച്ചുകൊണ്ടാണ് സാർ വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് വേറെന്തൊക്കെയോ കാണിയിട്ടാണ്
ഈ കഞ്ചാവ് വരുന്നത്. പണ്ടത്തെ മാതിരിയൊക്കെ ഒരു ബീഡിയൊന്നും വലിച്ച കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു ബീഡി മുഴുവൻ വലിക്കേണ്ട സാർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ സിഗരറ്റിനകത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് അതുകൊണ്ട് അധികം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇത് കൊണ്ടുവരുന്നത് അധികം അന്യ സംസ്ഥാന ഇവിടെ തന്നെ ഒരു കോളേജ് ക്യാമ്പസിന്റെ ഹോസ്റ്റലിലാണ് ഇതെല്ലാം പിടികൂടി ഇരിക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും ചിലരെ വിട്ടയക്കുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ ഒരു ക്യാമ്പസുമായി ബന്ധപ്പെട്ട ഇടത്തു നിന്ന് ഇത് പിടികൂടിയിട്ട് പോലും ഇവരെ പുറത്തേക്ക് അയക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദ്യമുണ്ടല്ലോ. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ അതിൻ്റെ പ്രിമിസസിലും ഒക്കെ പഠിക്കുന്ന ഒരു ചെറിയ പ്രൊവിഷൻ ഈ NDPS ആക്ടിലുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കാറില്ല പോലീസ് എന്നുള്ളതാണ്. അത് മുഴുവൻ മറ്റേ ജനറൽ റൂളിൻ്റെ ഭാഗമായിട്ട് സ്മോൾ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞതിനെ മാത്രമാണ് എക്സൈസ്, പോലീസും നാർക്കോട്ടിക് വിഭാഗവും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതിനൊരു ചെറിയ വ്യത്യാസം വരണം. കാരണം ഈ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് അതാണ് ചെറിയ വ്യത്യാസം വരേണ്ടതുണ്ട് എന്നതാണ്. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഡോക്ടർ മോഹൻ റോയ്, ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യമാണ്, അവിടുത്തെ ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യമാണ്. ഇതിന് ആർക്കൊക്കെയാണ് ഉത്തരവാദിത്വം? നമ്മളിപ്പോൾ ചില വിദ്യാർത്ഥി യൂണിയൻ നേതാക്കളുടെ അല്ലെങ്കിൽ ഈ പ്രതികളുടെ കാര്യങ്ങളിലേക്ക് മാത്രം പോകാതെ ഇത് സമൂഹം ഒറ്റക്കെട്ടായി നേരിടേണ്ട ഒരു വിപത്താണ്. ഇത് ഉപയോഗിക്കുന്നു എന്നത് മാത്രമല്ല, ഇതൊരു വിപണന കേന്ദ്രമായി തന്നെ ഒരു ക്യാമ്പസിന്റെ ഇടം മാറുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് തരത്തിലേക്ക് അതിനെ കാണണം? ചുരുക്കി വളരെ അപകടം പിടിച്ച ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ പോകുന്നത്. എനിക്ക് പറയാനുള്ളത്, കുറഞ്ഞ പക്ഷം പോലീസും എക്സൈസും വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഒരുമിച്ച് ചേർന്നുള്ള ഒരു ഏകോപിപ്പിച്ചിട്ടുള്ള പ്രവർത്തനം, അത് ഈ വകുപ്പുകളെയെല്ലാം ഏകോപിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാവുകയും ആ സംവിധാനത്തിൻ്റെ കീഴിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. എന്നെ ഈ രണ്ടുപേരുടെയും തർക്കം യഥാർത്ഥത്തിൽ ഓർമ്മിപ്പിച്ചത് രാഷ്ട്രീയത്തിൻ്റെ തത്വശാസ്ത്രം, ഫിലോസഫി ഓഫ് പൊളിറ്റിക്സിൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാരെങ്ങനെ ഏറ്റവും നന്നായി ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നതാണ് രാഷ്ട്രീയമെന്ന്. പോളിസ് എന്ന അദ്ദേഹത്തിൻ്റെ അക്കാലത്തെ ഗ്രീക്കിലെ നഗരപ്രദേശത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയല്ല ഉണ്ടാവേണ്ടതെന്നും ഇതെങ്ങനെയാണ് നേരിടേണ്ടതെന്നും ഉണ്ടാവേണ്ടതെന്നും യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയവും ജനത്തെ സംബന്ധിച്ചത് ജനാധിപത്യമാകുമ്പോൾ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഈ രണ്ട് കൂട്ടരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് വഴി കാണിച്ചുകൊണ്ട് കേരളത്തെ ലഹരി വിമുക്തമാക്കാനുള്ള ശ്രമമായിരിക്കണമെന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെ, അങ്ങനെ ഒറ്റക്കെട്ടായി നിന്ന് എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ഇടങ്ങളെ ലഹരി മുക്തമാക്കാൻ സാധിക്കുക എന്നുള്ളതിലേക്ക് വളരെ ഗൗരവത്തിൽ പോകേണ്ടുന്ന സമയം തന്നെയാണിത് എന്നുള്ളതിൽ തർക്കമില്ല. അതിൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ വീണ്ടും പറഞ്ഞു ഇത് അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ച വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത അഫ്സൽ, യദുകൃഷ്ണൻ, സുഭാഷ് ബാബു, ഒപ്പം ഡോക്ടർ മോഹൻ റോയ്. എൻകൗണ്ടർ പ്രൈം അവസാനിക്കുന്നു.